സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലും കരുണയിലും നമ്മൾ ആശ്രയിക്കുകയാണ്. ഇന്ന് രണ്ടാമത്തെ സന്ധ്യയിൽ ദൈവം കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഏറ്റവും സ്നേഹത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുകയാണ്. നമ്മൾ വചനത്തെ സ്നേഹിച്ചാൽ കർത്താവ് നമ്മളെ ശ്രദ്ധിക്കും. ദൈവവചനത്തെ സ്നേഹിച്ചാൽ കർത്താവ് നമ്മളെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പ്രത്യേകമായ ഒരു വാത്സല്യം നമ്മളോടുണ്ടായിരിക്കുകയും ചെയ്യും. മറ്റുള്ളവരോടില്ലാത്ത ഒരു സ്നേഹം നമ്മളോട് കർത്താവിനുണ്ടാവും. ദൈവവചനത്തെ നമ്മൾ ദൈവവചനത്തെ നമ്മൾ അമ്മച്ചി സിസ്റ്ററാണോ? അമ്മച്ചി സിസ്റ്ററിനേക്കാൾ വലിയ സിസ്റ്ററാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളോട് കർത്താവിന് ഒരു പ്രത്യേകമായ സ്നേഹം ഉണ്ടാവും. എപ്പോഴാ? ബൈബിളിനെ സ്നേഹിച്ചാൽ. ഈശോ നഥാനിയേലിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ നഥാനിയേലിനോട് ഈശോ പറഞ്ഞത്, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. നഥാനിയേലിൻ്റെ മറ്റൊരു പേര് ബർത്തലോമിയ. ബർത്തമീസ് അല്ല, ബർത്തലോമിയ ആണ്. അപ്പസ്തലന്മാരുടെ കൂട്ടത്തിലെ ബർത്തലോമിയ ആണ് നഥാനിയേൽ. അപ്പോൾ യേശു നഥാനിയേലിനെ കണ്ടപ്പോൾ യേശു നഥാനിയേലിനോട് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ യേശുവിനോട് ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? അപ്പോൾ യേശു അവനോട് മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതൊക്കെ നിങ്ങൾ കാണാതെ പറയേണ്ടതാണ്. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ ഓൾറെഡി കണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിന്നെ നേരത്തെ കണ്ടതാണ്. എപ്പോൾ? നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ. ബൈബിളിൽ പഴയ നിയമത്തിൽ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം തിരുവെഴുത്തുകളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക എന്നാണ്. ബൈബിളിൽ പഴയ നിയമത്തിൽ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം അത് മിശിഹ വരുമ്പോഴുണ്ടാകുന്ന സമാധാന കാലത്തെ സൂചിപ്പിച്ചിരുന്ന പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം സമാധാനത്തോടെ മനുഷ്യരിരുന്ന് തിരുവെഴുത്തുകളെ ധ്യാനിച്ച് ദൈവസ്വരത്തിന് കാതോർക്കുന്ന ഒരു അനുഭവത്തെ വിളിക്കാൻ പഴയ നിയമം ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നഥാനിയേലിനോട് യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഓൾറെഡി ശ്രദ്ധിച്ചതാണ്, നോട്ട് ചെയ്തതാണ്. എപ്പോൾ? ഇന്നത്തെ ഭാഷ. അത്തിമരം ഇന്നത്തെ ഭാഷയിലല്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നഥാനിയേൽ നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടതാണെന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ പറഞ്ഞാൽ, നീ തിരുവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നെ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തതാണ്. തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കുന്നവരെ യേശു ശ്രദ്ധിക്കും. ഞാൻ എന്താ പറഞ്ഞേ? തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കുന്നവരെ യേശു ശ്രദ്ധിക്കും. ബൈബിൾ വായിക്കുന്നവനെ യേശു വായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ വായിക്കുന്നവനെ യേശു ശ്രദ്ധിക്കും. വചനം വായിക്കുന്നവൻ്റെ മേൽ യേശുവിന് പ്രത്യേകമായിട്ടൊരു സ്നേഹം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ദൈവവചനം വായിച്ച് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം പ്രകടമാക്കണം. ബൈബിളിനോടുള്ള സ്നേഹം യേശുവിനോടുള്ള സ്നേഹം തന്നെയാണ്. മതബോധന ഗ്രന്ഥം പറയുന്നു, തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അജ്ഞത, ബൈബിളിനെക്കുറിച്ചുള്ള അജ്ഞത. മതബോധന ഗ്രന്ഥം പറയുകയാണ്, ബൈബിളിനെക്കുറിച്ചുള്ള അജ്ഞത യേശുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ബൈബിളിനെക്കുറിച്ചുള്ള അജ്ഞത യേശുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി യേശുവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളങ്ങളിൽ ഒന്ന് ബൈബിളിനോടുള്ള സ്നേഹമാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാം ബൈബിളുമായി വന്ന് കർത്താവിനോടുള്ള സ്നേഹം പ്രകടമാക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ എല്ലാ വാക്കുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു.
ഇന്നിനിയിപ്പോൾ അത് പറയേണ്ട കാര്യം അതിനില്ല. കാരണം നിങ്ങൾ എല്ലാവരും സന്തോഷമായി ബൈബിളുമായിട്ട് വന്ന് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കുന്നു. എനിക്ക് നിങ്ങളോട് വളരെ വിലപ്പെട്ട ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അപ്പോൾ അതിന് ആമുഖമായി ഞാൻ ബൈബിളിലെ ഉടമ്പടികളെക്കുറിച്ചൊരു വാചകം പറയാൻ ആഗ്രഹിക്കുന്നു. ഉടമ്പടികൾ, ബൈബിളിലെ ഉടമ്പടികൾ. എഴുതിക്കൊള്ളുക, എഴുതിക്കണം, എഴുതണം. ബൈബിളിലെ കവനൻസ് ഇൻ ദ ബൈബിൾ, ബൈബിളിലെ ഉടമ്പടികൾ. പ്രധാനമായും ബൈബിളിൽ 5 ഉടമ്പടികളുണ്ട്. ബൈബിളിൽ പ്രധാനമായും 5 ഉടമ്പടികളുണ്ട്. 5 മേജർ കവനൻസ് ഇൻ ദ ബൈബിൾ. അപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് പറയാം, ശ്രദ്ധിക്കുക. ഇനി എന്നെ നോക്കുക. എന്താണ് ഉടമ്പടി? ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതൊരു കരാറാണ്, എഗ്രിമെൻ്റ്. ഉടമ്പടി ഒരു കരാറാണ്. പറയുക, കരാർ. പറ, കരാർ. കരാർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു എഗ്രിമെൻ്റ്. കരാറിൽ മിനിമം എത്ര പേര് വേണം? 2 പേര് വേണം. അപ്പോൾ ഇവിടെ 2 കൂട്ടരുണ്ട്. ഈ 2 കൂട്ടർ ഒരു ഭാഗത്ത് എപ്പോഴും ആൾ മാറുന്നില്ല. അതാരാണ്? ദൈവം. ഒരു ഭാഗത്ത് ദൈവം, മറുഭാഗത്ത് ദൈവം ചില തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി, അല്ലെ ദൈവം ഒരു ജനതയുമായി, ഒരു പ്രത്യേക രാജ്യവുമായി, ഒരു കുടുംബവുമായി ഒക്കെ ചെയ്യുന്നതാണ് ഉടമ്പടി. ഒരു വശത്ത് ദൈവം. അപ്പോൾ ശ്രദ്ധിക്കുക, ഉടമ്പടി ഒരു എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൽ 2 പാർട്ടികളുണ്ട്, ദൈവവും മനുഷ്യരും. ഇനി ഉടമ്പടിക്ക് അടുത്ത ഇൻഫർമേഷൻ, ഉടമ്പടിക്ക് വ്യവസ്ഥകളുമുണ്ട്, വാഗ്ദാനങ്ങളുമുണ്ട്. ഓരോ ഉടമ്പടിയിലും കണ്ടീഷൻസും ഉണ്ട്, പ്രോമിസസും ഉണ്ട്. ബൈബിളിൽ ഏത് ഉടമ്പടിയിലും എന്തൊക്കെയുണ്ട്? എഴുതാതിരിക്കുന്നവരോട് ഞാൻ വന്ന് ചോദിക്കും. അതായത് എന്തൊക്കെയുണ്ട്? 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ മറന്നു പോകും. ഇപ്പോൾ ഇതെല്ലാം അതൊക്കെ എനിക്കറിയാമെന്ന് വിചാരിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വന്ന് ചോദിച്ചാൽ ഇങ്ങനെ അച്ഛനെ ഞാൻ ഒത്തിരി പരിചയമുള്ളെങ്കിൽ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു വക അറിയത്തില്ലായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചോണം. ഒന്നാമത്തേത് എന്താണ് ഉടമ്പടി? പറ, കരാർ. ആര് തമ്മിൽ? ദൈവവും മനുഷ്യരും തമ്മിൽ. ഉടമ്പടിയിൽ എന്തൊക്കെയുണ്ട്? വ്യവസ്ഥകളുമുണ്ട്, വാഗ്ദാനങ്ങളുമുണ്ട്, കണ്ടീഷൻസുമുണ്ട്, പ്രോമിസസും ഉണ്ട്. ഇനി ഉടമ്പടിയിലൂടെ രൂപപ്പെട്ടത് ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. ദൈവം മനുഷ്യനോട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ ദൈവം ആ ഉടമ്പടിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് ദൈവവും മനുഷ്യരും തമ്മിൽ ഒരു ബന്ധം. ആ ബന്ധം എന്താണെന്ന് ഞാൻ പറയാം, എഴുതാൻ വരട്ടെ. അതായത് പുരാതന കാലത്ത് മനുഷ്യർ ഉടമ്പടികളിൽ ഏർപ്പെട്ടിരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഉദാഹരണത്തിന് നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാം അമലേക്കുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. അങ്ങനെ പേരെങ്ങനാന്ന് തോന്നുന്നു. അബ്രഹാം, അമലേക്കല്ല, അബിമലേക്ക്. പ്രായമായി വരുന്നതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ. വെള്ളം പോലെ അറിയാവുന്നതാണ്, പക്ഷെ മറന്നു പോകും. കണ്ടോ, പ്രായമായി വരികയാണ്. പ്രാർത്ഥിക്കണം, പ്രായമാവാതിരിക്കാനല്ല, ഓർമ്മ പോവാതിരിക്കാൻ. അപ്പോൾ അമലേക്കല്ല, അബിമലേക്ക്. അബ്രഹാം ആരുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്നു? അബിമലേക്കുമായി. അബ്രഹാം അബിമലേക്കുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നതിൻ്റെ പശ്ചാത്തലം, അബിമലേക്കിന് പേടിയായി അബ്രഹാം തന്നെ ഉപദ്രവിക്കുമോ. അപ്പോൾ തന്നെ ഉപദ്രവിക്കാതിരിക്കാൻ അബ്രഹാമുമായി അബിമലേക്ക് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഉടമ്പടിയിൽ പുരാതന കാലത്ത് മനുഷ്യർ ഏർപ്പെട്ടിരുന്നത് അവർ തമ്മിൽ എങ്ങനെയെന്നറിയാമോ? അതായത് മനുഷ്യൻ ആർക്കും ആരെയും ഉപദ്രവിക്കാം. കായൻ ദൈവസന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്തേക്ക് പോകുമ്പോൾ കായൻ ദൈവത്തോട് പറയുന്നൊരു വാചകമുണ്ട്, എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടരുത്, കാണുന്നവരെല്ലാം പൂരിപ്പിക്കുക, എന്നെ കൊല്ലാൻ നോക്കും, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും എന്ന് പറഞ്ഞാൽ അതാണ് പുരാതന കാലത്തെ അവസ്ഥ. ഇപ്പം ഏതാണ്ട് അതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും, ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഇവരോട് പറയും, വേണ്ട, ഓവർടേക്ക് ചെയ്യണ്ട, കുത്തി കയറ്റണ്ട. കാരണം അറിയത്തില്ല, ചുറ്റിക കൊണ്ട് ചിലപ്പോൾ തലയിടിച്ച് പൊട്ടിച്ച് കളയും. ആർക്കും ആരെയും നമുക്ക് ഒരു മനുഷ്യൻ, കാരണം നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക, ചിലപ്പോൾ കത്തിയെടുത്ത് കുത്തിക്കളയും. സിസ്റ്റർമാരൊക്കെ സൂക്ഷിച്ചോണം, ചന്തയിലൊക്കെ പോകുമ്പോൾ ഒന്നും മിണ്ടാതെ നിന്നോണം. മനസ്സിലായോ? 2 രൂപയ്ക്ക് വേണ്ടി ഓട്ടോറിക്ഷക്കാരനോട് ബാർഗൈനിങ് ചെയ്യരുത്. പെട്രോൾ ഒഴിച്ച് ചിലപ്പോൾ കത്തിച്ചിട്ട് പോകും കേട്ടോ. 2 രൂപ പോക്കോട്ട് കേട്ടോ.
3 രൂപയ്ക്ക് വേണ്ടി ഒന്നും വഴി കിടന്ന് വഴക്കുണ്ടാക്കരുത്. കാരണം എന്താ പ്രശ്നം? ഇത് അപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നു, ഇപ്പം അതുപോലായി വരിക എന്ന് പറഞ്ഞാൽ ആർക്കും ആരെയും എപ്പോൾ വേണേലും കൊല്ലാം. അപ്പോൾ പരസ്പരം കൊല്ലാതിരിക്കാൻ വേണ്ടി, ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി സ്വസംരക്ഷണാർത്ഥമാണ് പുരാതന കാലത്ത് മനുഷ്യർ തമ്മിൽ ഉടമ്പടികളിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ അബിമലേക്കും അബ്രഹാമും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടാൽ അതിൻ്റെ പിന്നിലുള്ള അസംഷൻ, അതിൻ്റെ പിന്നിലുള്ള പരിജ്ഞാനം, ഇവർ തമ്മിൽ ഇനി അപരിചിതരല്ല, കുടുംബാംഗങ്ങൾ പോലെയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഉടമ്പടികളിലൂടെ രൂപപ്പെട്ട ബന്ധം എന്ത് ബന്ധം? കുടുംബ ബന്ധം. അത് ശ്രദ്ധിക്കണം. അത് ഉടമ്പടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നമുക്ക് ബൈബിൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഉടമ്പടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ഉടമ്പടികളിലൂടെ രൂപപ്പെട്ടത്. എന്താണ്? സോ കവനൻസ് ക്രിയേറ്റഡ് ഫാമിലി റിലേഷൻഷിപ്പ്. ഇങ്ങനെയാണ് പറയുന്നത്. കവനൻസ് ക്രിയേറ്റഡ് കിൻഷിപ്പ് എന്ന് പറയും. കിങ് അല്ല, KIN, കിൻഷിപ്പ്, ഫാമിലി ബോണ്ട്, കുടുംബ ബന്ധം എന്ന് പറഞ്ഞ കുടുംബ ബന്ധം പറ, മറക്കല്ലേ, കുടുംബ ബന്ധം. അപ്പോൾ ഉടമ്പടികളിലൂടെ രൂപപ്പെട്ടത് എന്താണ്? അപ്പോൾ അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എവിടോ കിടക്കുന്ന സാറാമ്മയും എവിടോ കിടന്ന ചാക്കോച്ചനും കല്യാണം കഴിച്ചു. അപ്പോൾ അവരെന്തായി? കുടുംബമായി. അപ്പോൾ അത് വിവാഹ ഉടമ്പടിയിലൂടെ അവരൊരു കുടുംബമായി മാറി. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ, ദൈവം മനുഷ്യനോട് ഉടമ്പടിയിലേക്ക് പങ്കുചേരാനായി വരുമ്പോൾ, ദൈവത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം, ദൈവത്തിൻ്റെ മനസ്സിലെ ഉദ്ദേശം, ദൈവവും താനും ജനവും തമ്മിൽ ഇനി ആരാണ്? അപ്പോൾ ദൈവവും നമ്മളും തമ്മിൽ ഒരു കുടുംബമാക്കി മാറ്റിയ ബൈബിളിലെ യാഥാർത്ഥ്യങ്ങളാണ് ബൈബിളിലെ ഉടമ്പടികൾ. ഇത്രയും മനസ്സിലായോ? പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഇത്രയും മനസ്സിലായെങ്കിൽ ബൈബിളിൽ അങ്ങനെ പ്രധാനപ്പെട്ട 5 ഉടമ്പടികളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ മെമ്മറി ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഉടമ്പടിയാണ് ഏദനിലെ ഉടമ്പടി. ഏദനിലെ ഉടമ്പടി. ഒന്നാമത്തെ ഉടമ്പടി ഏദനിലെ ഉടമ്പടി. രണ്ടാമത്തെ അപ്പോൾ അതറിയാലോ, ഏദനിലെ ഉടമ്പടി. ഒരു വശത്ത് ദൈവം, മറുവശത്ത് ആരാ? ആദവും ഹവ്വയും എന്ന് പറഞ്ഞാൽ ഒരു ദമ്പതി, ഒരു കപ്പിൾ. അപ്പോൾ ദൈവം മാനവകുലത്തോട് ആദ്യമായി ഉടമ്പടി ചെയ്യുന്നത് ഒരു കപ്പിളിനോടാണ്, ഒരു ദമ്പതികളോടാണ്, ആദത്തോട് ഹവ്വയോട്. ഒന്നാമത്തെ ഉടമ്പടി. രണ്ടാമത്തെ ഇനി ഇതിനകത്ത് ഇതിനകത്ത് 1-2 കാര്യങ്ങളൂടെ പറയട്ടെ. അപ്പോൾ ഉടമ്പടിയിൽ വാഗ്ദാനമുണ്ട്, വ്യവസ്ഥകളുമുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ. ഒരു കാര്യം കൂടെ ഉണ്ട്. ഓരോ ഉടമ്പടിക്കും അടയാളങ്ങളുണ്ട്. ഓരോ ഉടമ്പടിക്കും സൈനുണ്ട്, സൈൻ, അടയാളങ്ങൾ. ഓരോ ഉടമ്പടിക്കും എന്തുണ്ട്? അടയാളങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടി ഓർത്തിരിക്കാൻ വേണ്ടി ഒരടയാളം കൊടുക്കും. അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവാൻ പറയാം. ദൈവം നോഹയുമായി ചെയ്ത ഉടമ്പടിയുടെ അടയാളം മഴവില്ല്. മനസ്സിലായോ? അടയാളം. അബ്രഹാമുമായി ആദ്യം മുതൽ പറയാം. അപ്പോൾ ഒന്നാമത്തെ ഉടമ്പടി ഏദനിലെ ഉടമ്പടി. അപ്പോൾ ആ ഉടമ്പടിയിൽ വാഗ്ദാനമുണ്ട്, വ്യവസ്ഥയുണ്ട്. അത് ഞാൻ പിന്നെ പറയും. അടയാളമുണ്ട്. ഇതിലൂടെ അവർ ദൈവവും മനുഷ്യനും തമ്മിൽ, ആദവും ഹവ്വയും ദൈവവും തമ്മിൽ ഒരു കുടുംബമായി മാറി. അങ്ങനെയാണെങ്കിൽ ഏദൻ തോട്ടത്തിലെ അടയാളം എന്താണ്? ഏദൻ തോട്ടത്തിലെ ഉടമ്പടിയെ ഓർമ്മപ്പെടുത്തുന്ന അടയാളം. ആദത്തിനും ഹവ്വയ്ക്കും എന്ത് കാണുമ്പോഴാണ് ദൈവവും നമ്മളും തമ്മിൽ ഉടമ്പടി ഉണ്ടെന്ന് ഓർമ്മ വരുന്നത്? മരം കാണുമ്പോഴാണോ? അല്ല. മരത്തിൻ്റെ പഴം കാണുമ്പോഴാണോ? അല്ല. ആപ്പിൾ? അല്ലല്ല. അല്ലെങ്കിൽ തന്നെ അത് ആപ്പിൾ അല്ല ചേച്ചി, അത് ആപ്പിൾ അല്ല. നമ്മൾ ഈ കഥയിലൊക്കെയാണ് ആപ്പിൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആദം പറിച്ചു തിന്നത് ഏത് പഴമാണെന്നറിയാമോ? അത്തിപ്പഴമെന്നാണ് പറയുന്നത്. കാരണം എന്താ? അത്തിയില കൊണ്ട് ഡ്രസ്സ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഓട്ടെ, പഴത്തെക്കുറിച്ച് ഗവേഷണം നടത്തണ്ട, പഴത്തിൻ്റെ ഒന്നും കാര്യമല്ലത്. അപ്പോൾ അതല്ല, ആപ്പിളല്ല, അത്തിയും അല്ല. എന്ത് കാണുമ്പോഴാണ്? ഒരടയാളം ഉണ്ട് അവിടെ. എന്താ? ഞാൻ വിഷമിപ്പിക്കുന്നില്ല നിങ്ങളെ. സാബത്താണത്, സാബത്ത്. ഞായറാഴ്ച വരുമ്പോൾ അതാണ് അതിൻ്റെ അടയാളം, സാബത്ത്. ഓർത്ത് വെച്ചോ. അപ്പോൾ ഏദനിലെ ഉടമ്പടിയുടെ അടയാളം സാബത്ത്, ഞായറാഴ്ച. അപ്പോൾ അവരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം വരുമ്പോൾ അവർക്ക് ഓർമ്മ വരികയാണ് ദൈവവും നമ്മളും തമ്മിൽ ഒരു
ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ ഉടമ്പടി ഇത് കിട്ടി. രണ്ടാമത്തെ ഉടമ്പടിയാണ് നോഹയുമായി ചെയ്ത ഉടമ്പടി. നോഹയോട് ചെയ്ത ഉടമ്പടി രണ്ടാമത്തേത്. എഴുതിയോ? നോഹയെന്ന് എഴുതിയാൽ മതി, നോഹ. അപ്പോൾ ആദ്യത്തേതിനകത്ത് ദൈവം ചെയ്ത ഉടമ്പടിയിൽ എത്ര ആളുകളുണ്ടായിരുന്നു? ഒരു വശത്ത് ദൈവം, മറുവശത്ത് 2 പേര്. നോഹയോട് ചെയ്ത ഉടമ്പടിയിൽ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. 8 പേര്. ആരൊക്കെ? നോഹ, നോഹയുടെ ഭാര്യ, നോഹയുടെ മൂത്ത മകൻ ഷേം, രണ്ടാമത്തെ മകൻ ഹാം, മൂന്നാമത്തെ മകൻ യാഫത്ത്, പിന്നെ അവരുടെ ഭാര്യമാർ. 3 3 6 2 8. 8 പേര് നോഹയുമായി ചെയ്ത ഉടമ്പടിയിൽ 8 പേര്. അപ്പോൾ രണ്ടാമത്തെ ഉടമ്പടി, ആദ്യത്തെ ഉടമ്പടി ഒരു ദമ്പതികളോടായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഉടമ്പടി ഒരു കുടുംബത്തോടാണ്. 8 പേരടങ്ങുന്ന ഒരു കുടുംബത്തോടായിരുന്നു ബൈബിളിലെ രണ്ടാമത്തെ ഉടമ്പടി. മൂന്നാമത്തെ ഉടമ്പടി, ബൈബിളിലെ മൂന്നാമത്തെ ഉടമ്പടി ആരോടാണ്? അബ്രഹാമിനോടാണ്. അബ്രഹാമിനോട്. അപ്പോൾ ആദ്യത്തേത് ദമ്പതികളോട്, രണ്ടാമത്തേത് കുടുംബത്തോട്, മൂന്നാമത്തേത് ഒരു ഗോത്രത്തോടാണ്. അബ്രഹാമിൻ്റെ ഗോത്രം, അബ്രഹാമിൻ്റെ കുലം, ഗോത്രം, ട്രൈബ്. മൂന്നാമത്തെ ഉടമ്പടി അബ്രഹാമിനോട്, അതൊരു ഗോത്രത്തോടാണ്, ഒരു ട്രൈബിനോടാണ്. കിട്ടിയോ? യെസ്. അതിനകത്ത് എത്ര പേരുണ്ടാവും? ഒരു ശരാശരി 500 പേരടങ്ങുന്ന ഒരു ഗോത്രം. അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ഏതാണ്ട് നമ്മളവിടെ കാണുന്നുണ്ട്, തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റി തെളിഞ്ഞവരുമായ 418 പേരുമായി അബ്രഹാം ലോത്തിനെ രക്ഷിക്കാൻ പോയതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശരാശരി ആവറേജ് കണക്ക് ഞാൻ പറയുകയാണ്. ശരാശരി അല്ലെങ്കിൽ ഒരു ആവറേജ് 500 പേര് അടങ്ങുന്ന അബ്രഹാമിൻ്റെ ഗോത്രം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? 2, 8, 500 കണ്ടോ? ഉടമ്പടിയുടെ ക്യാൻവാസ് വലുതായി വരുന്നത് കണ്ടോ? 2, 8, 500. ഓക്കെ. ഇനി നാലാമത്തെ ഉടമ്പടി ആരോടാണ്? യാക്കോബിൻ്റെ 12 മക്കളടങ്ങുന്ന ഇസ്രായേൽ എന്ന ഒരു ജനതയോടാണ്. ടു എ പീപ്പിൾ, ജനത. അങ്ങനെ എഴുതിക്കോ, ജനത. ഇസ്രായേൽ എന്നൊരു ജനതയോടാണ് ഈ ഉടമ്പടി. ശരി. അപ്പം അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ അവരുടെ എല്ലാം എണ്ണമോ കണക്കോ ഒന്നും പറയാൻ തുനിയുന്നില്ല. അപ്പോൾ ഒത്തിരി പേര്, 12 ഗോത്രങ്ങളിലെ ഒരുപാട് മനുഷ്യരുമായി ദൈവം ചെയ്ത ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് സീനായ് മലയുടെ അടിവാരത്തിലെത്തുമ്പോഴേക്കും അവർ 20 ലക്ഷം ആളുകളുണ്ടായിരുന്നു. 20 ലക്ഷം. 2, 8, 500, 20 ലക്ഷം. ഉടമ്പടിയുടെ ക്യാൻവാസ് വലുതാവുകയാണ്. അപ്പം നോഹയോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളം എന്താണ്? മഴവില്ല്. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളം അറിയാം, നിങ്ങൾക്കറിയാം. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഈ ഉടമ്പടിയുടെ അടയാളമായി നിന്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാ പുരുഷ പ്രജകളും പരിച്ഛേദനം, സർക്കംസിഷൻ, പരിച്ഛേദനം അതായിരുന്നു ദൈവവുമായി ഞങ്ങളൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതിന് ശരീരത്തിൽ അവർ വരുത്തിയ അടയാളം, പരിച്ഛേദനം. നാലാമത്തേത് സീനായ് ഉടമ്പടി. അതാണ് ഇസ്രായേൽ എന്നൊരു ജനതയുമായി സീനായ് ഉടമ്പടി, മോശയിലൂടെ ചെയ്ത ഉടമ്പടി. അതിൻ്റെ അടയാളം എന്താണ്? 10 കൽപ്പനകൾ, 10 കൽപ്പനകൾ അടങ്ങിയ കൽഫലകങ്ങൾ. അതാ കാണുമ്പോഴാണ് അവർ ഓർമ്മിക്കുന്നത് ഞങ്ങളൊരു ഉടമ്പടി ജനതയാണ്. 10 പ്രമാണങ്ങൾ, അതാണ് അതിൻ്റെ അടയാളം. മടുക്കുന്നുണ്ടോ? മടുക്കരുത്, മടുത്താലും കുഴപ്പമില്ല, ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നാലാമത്തെ എത്രയായി? 4 3 4 5 ഇപ്പം എത്രയായി? ഏദനിലെ ഉടമ്പടി, നോഹയോട് ചെയ്ത ഉടമ്പടി, ഇബ്രഹാമിനോട് മോശ 4. അപ്പോൾ 6 ഉടമ്പടിയുണ്ട്. 5 അല്ല 6 ഉണ്ട് മൊത്തം. 5-ാമത്തെ ഉടമ്പടി
ദാവീദിന്റെ രാജ്യത്തോട് ചെയ്ത ഉടമ്പടി. ഡേവിഡിക് കിങ്ഡം, ദാവീദിന്റെ രാജ്യത്തോട് ചെയ്ത ഉടമ്പടി. രാജ്യം, ജനത ഇപ്പം ആരായി മാറി? ഒരു രാജ്യമായി മാറി. ദാവീദിന്റെ രാജ്യത്തോട് ചെയ്ത ഉടമ്പടി. ഇത് 20 ലക്ഷത്തിൽ നിന്ന് അത് ഒരുപാട് ലക്ഷങ്ങളായി വളർന്നു. ഈ ജനത, ദാവീദിന്റെ രാജ്യം. ദാവീദിന്റെ രാജ്യം എന്താണ് അതിൻ്റെ അടയാളം? എന്താണ് അടയാളം? അത് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരാം. ഒരു കുപ്പി വെള്ളം സമ്മാനം. ഈശോയാണ് വിദൂരമായ ഒരർത്ഥത്തിൽ. പക്ഷേ ദാവീദിന്റെ സിംഹാസനം, ത്രോൺ ഓഫ് ഡേവിഡ് പറഞ്ഞായിരുന്നോ? ആരെങ്കിലും പറഞ്ഞോ? ദാവീദിന്റെ സിംഹാസനം പറയുകയാണ്, നിന്റെ സിംഹാസനത്തിൽ ഒരു സന്തതി ഇല്ലാതെ പോവില്ല. ഇതാണ് അടയാളം. ത്രോൺ ഓഫ് ഡേവിഡ്, ദാവീദിന്റെ സിംഹാസനം. അതാണ് ദാവീദിനോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളം. 6ാമത്തേത് നിങ്ങൾ പറയണം. 6ാമത്തെ ഉടമ്പടി പുതിയ നിയമത്തിലെ ഒറ്റ ഉടമ്പടിയേ ഉള്ളൂ. അതേതാണ് 6ാമത്തേത്? യേശുക്രിസ്തുവിലൂടെ ചെയ്ത ഉടമ്പടി. അതിന് പറയുന്ന പേരാണ് ദിവ്യകാരുണ്യ ഉടമ്പടി. ദിവ്യകാരുണ്യ ഉടമ്പടി, യൂക്കരിസ്റ്റിക് കവനന്റ്, ദിവ്യകാരുണ്യ ഉടമ്പടി. അതിൻ്റെ അടയാളം അപ്പൊ ഇനി അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയിൽ നമ്മൾ കാണുകയാണ്, അതിനകത്ത് ഗോത്രം. ഇനി സീനായി മലയിൽ വെച്ച് ചെയ്ത ഉടമ്പടിയിൽ ഒരു ജനത. ദാവീദിനോട് ചെയ്ത ഉടമ്പടിയിൽ ഒരു രാജ്യം. ഇനി അവസാനത്തെ ഉടമ്പടിയിൽ അതാരുമായിട്ടാണ്? ലോകം മുഴുവനുമായി ചെയ്ത ഉടമ്പടി, യൂണിവേഴ്സൽ കവനന്റ് ആണ്. ലോകം മുഴുവൻ ക്യാൻവാസ്, അതിൻ്റെ വ്യാപ്തി. യേശുക്രിസ്തുവിലൂടെ ലോകത്തെ മുഴുവൻ ദൈവം രക്ഷിക്കാൻ തിരുമനസ്സാവുന്നു. ലോകം മുഴുവനോടും ചെയ്ത ഉടമ്പടിയാണത്. നിങ്ങൾ പറയണം, എന്താണ് അതിൻ്റെ അടയാളം? എന്താണ് അതിൻ്റെ അടയാളം? യേശുവിൻ്റെ ശരീരവും രക്തവും, വിശുദ്ധ കുർബാന. അതാണ് അതിൻ്റെ അടയാളം. അത് കാണുമ്പോഴാണ് ഇത് ഉടമ്പടിയുടെ രക്തമാകുന്നു. ഓർമ്മയുണ്ടോ വാചകം? അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം, ഉടമ്പടിയുടെ രക്തം. അപ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് അടയാളങ്ങൾ. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ബോറടിപ്പിക്കുന്ന പാർട്ട് കഴിഞ്ഞു. അപ്പോൾ 6 ഇൻഫർമേഷൻ കിട്ടി, 6 ഉടമ്പടികൾ. വേഗം പറഞ്ഞോളൂ. 1, ഏദനിൽ വെച്ച് നടന്ന ഉടമ്പടി. എത്ര പേരോട്? 2 പേരോട്, ദമ്പതികൾ. 2ാമത്തേത് എത്ര പേരോട്? 8 പേരോട്. അടയാളം മഴവില്ല്. ഏദനിലെ ഉടമ്പടിയുടെ അടയാളം സാബത്ത്. 3ാമത്തെ ഉടമ്പടി അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി. എത്ര പേർ? 500 പേർ. അടയാളം പരിച്ഛേദനം. 4ാമത്തേത് സീനായ് ഉടമ്പടി. ആരോട് ചെയ്തു? യാക്കോബിന്റെ 12 മക്കൾ, ഒരു ജനതയോട് ചെയ്ത ഉടമ്പടി. അടയാളം 10 കൽപ്പനകൾ. അല്ലേ? അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളം പരിച്ഛേദനം. അല്ലേ? പരിച്ഛേദനം. അടുത്തത് 5ാമത്തെ ഉടമ്പടി ദാവീദിനോട് ചെയ്ത ഉടമ്പടി. അല്ലേ? അപ്പൊ അതിൻ്റെ എത്ര പേരോട്? അനേക ലക്ഷം ആളുകളോട്. അതൊരു രാജ്യത്തോട്. അതിൻ്റെ അടയാളം എന്താണ്? അതിൻ്റെ അടയാളം ദാവീദിന്റെ സിംഹാസനം. 6ാമത്തേത് ലോകം മുഴുവനോടും ചെയ്ത ഉടമ്പടി, യേശുക്രിസ്തുവിലൂടെ. എന്താണ് അതിൻ്റെ അടയാളം? യേശുവിൻ്റെ ശരീരവും രക്തവും. ഹല്ലേലൂയാ. ഒന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ 6 ഉടമ്പടികളുടെയും ആധാരമായി നിൽക്കുന്ന ഉടമ്പടിയാണ് 1ാമത്തെ ഉടമ്പടി. അതുകൊണ്ട് ഞാൻ അല്പം സമയമെടുത്ത് 1ാമത്തെ ഉടമ്പടി വിശദീകരിക്കാൻ പോവുകയാണ്. അതിനകത്ത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. 1ാമത്തെ ഉടമ്പടിക്കകത്ത് നമ്മുടെ ജീവിതത്തിന്, ഭൗതിക ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉടമ്പടിക്ക് വാഗ്ദാനങ്ങളുമുണ്ട്, വ്യവസ്ഥകളുമുണ്ട്. ഉടമ്പടിക്ക് എന്തെല്ലാമുണ്ട്? വാഗ്ദാനങ്ങളും വ്യവസ്ഥകളും. അപ്പം ഞാൻ വാഗ്ദാനങ്ങൾ പറയാൻ പോവാണ്. 1ാമത്തെ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ, ഏദനിലെ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ 1, 2, 3, 4, 5 അങ്ങനെ നമുക്ക് എഴുതാം. 1ാമത്തേത് ഓരോന്നോരോന്നായി വിശദീകരിച്ചപ്പോൾ 1ാമത്തേത് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം
26 തിരുവചനം വായിക്കുക. ഉൽപ്പത്തി 1:26 വായിക്കാം. ഞരങ്ങല്ലേ. ഉൽപ്പത്തി 1:26 ദൈവം വെരി ഗുഡ്. വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ എഴിയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യമുണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 6-ാം ദിവസം. വാഗ്ദാനങ്ങൾ നമ്പർ 1. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഒന്നാമത്തെ വാഗ്ദാനം ദൈവ ഛായയിലും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിമ്പിളായിട്ട് പറയണം. നമ്മൾ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്, നമ്മളെല്ലാ കാര്യത്തെയും കോംപ്ലിക്കേറ്റഡ് ആക്കും. ലളിതമായിട്ട് പറഞ്ഞാൽ മതി, സിമ്പിളായിട്ട്. നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. എന്താണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഉറക്കെ പറ. എന്താ ആരോ പറഞ്ഞല്ലോ? പറ ചേച്ചി, പറ. സ്വന്തം. ഓക്കെ. ഛായയിലെ സാദൃശ്യത്തിലും. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നിങ്ങൾ പറയാണ് അപ്പൻ്റെ അതേ മൂക്ക്, അമ്മയുടെ അതേ കണ്ണ്. അപ്പൻ്റെ ഛായ, അമ്മയുടെ ഛായ. കണ്ണൻ ദേവൻ ഛായയല്ല, മറ്റേ ഛായ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോലെന്നല്ല. മനസ്സിലായി? അപ്പുറത്തെ വീട്ടിലെ പങ്കജാക്ഷൻ്റെയോ പവിത്രൻ്റെയോ ഛായയല്ല, ഈ ചാക്കോടെ ഛായയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ ഇത് അവൻ്റെ തന്നെ കൊച്ചാന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ അർത്ഥം ദൈവത്തിൻ്റെ ഛായയിലെ സാദൃശ്യത്തിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അനുഗ്രഹം, ദൈവം നമ്മളെ കാണുന്നത് അന്യരായോ പരദേശികളായോ അല്ല, ദൈവത്തിൻ്റെ മക്കളായിട്ടാണ്. നമ്മൾ ആരാണ്? ഞാൻ പണ്ട് മുതൽ വിളിപ്പിക്കുന്നൊരു മുദ്രാവാക്യമുണ്ട്. കുറച്ചു കാലമായിട്ട് വിളിപ്പിക്കാതിരിക്കുകയായിരുന്നു. വാഴക്കുളംകാർ നല്ല പോരാട്ട വീര്യമുള്ള മനുഷ്യരാണ്. മണ്ണിനോടും മനുഷ്യനോടും മൃഗങ്ങളോടും പോരാടി വന്നവരാണ്. അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറക്കെ വിളിക്കണം. കയ്യിൽ ബൈബിളും പുസ്തകമൊക്കെ ഉള്ളതുകൊണ്ട് കൈയൊന്നും എടുത്തില്ലേലും സാരമില്ല. ഞാൻ പറയുന്ന പോലെ പറയണം. ഞങ്ങൾ ഭിക്ഷക്കാരല്ല. പറ. നിങ്ങളെ കൊണ്ടുപോയ ആശാ വർക്കർമാരുടെ സമരം ജയിച്ചേന്. ഞങ്ങൾ ഭിക്ഷക്കാരല്ല. പറഞ്ഞോളൂ. ഞങ്ങൾ മക്കളാണ്. അത് നല്ല മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ഒരു 3 പ്രാവശ്യം ഒന്ന് വിളിച്ചേ. ഞങ്ങൾ മക്കളാണ്. ഞങ്ങൾ ഭിക്ഷക്കാരല്ല. ഞങ്ങൾ ഭിക്ഷക്കാരല്ല. ഹല്ലേലൂയ. മതി. കൊള്ളാലോ. എനിക്കറിയായിരുന്നു നിങ്ങൾ നന്നായിട്ട് വിളിക്കുമെന്ന്. ഓക്കെ. അപ്പോൾ എടുക്കാം. റോമാലേഖനം 8-ാം അധ്യായം. റോമാലേഖനം 8-ാം അധ്യായം. എൻ്റെ റോമാലേഖനം 8-ാം അധ്യായം. എൻ്റെ റോമാലേഖനം 8-ാം അധ്യായം വായിച്ചോ. 8-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. റോമർ 8:14 മുതൽ വായിച്ചേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അടുത്ത വാക്യം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച്
പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ഒന്നുകൂടെ വായിക്കാം. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഞങ്ങൾ അവകാശികളാണ്, ഞങ്ങൾ മക്കളാണ്, ഞങ്ങൾ അവകാശികളാണ്, ഞങ്ങൾ മക്കളാണ്, ഞങ്ങൾ അവകാശികളാണ്. ഇങ്ങനെ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റിയത്, ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മളെ മാറ്റിയത് യേശുക്രിസ്തുവിലൂടെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം പെട്ടെന്ന് എടുക്കണം. യോഹന്നാൻ 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. യോഹന്നാൻ 1:12 വായിക്കാം. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 3 എല്ലാവരും എടുക്കുക. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഉറക്കെ വായിക്കാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ഒന്ന് പറഞ്ഞേ, നാം അങ്ങനെയാണ് താനും. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. പറയാം, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഗലാത്യർ 3:26. ഗലാത്യർ 3:26 വായിക്കാം. വെരി ഗുഡ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഗലാത്യർ 4:6. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ ഇനിമേൽ നീ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ഹല്ലേലൂയ. അതായത് ഒരു ദൈവ പൈതൽ, ഇങ്ങോട്ട് നോക്കിയേ ചേട്ടാ, ചേച്ചി, അമ്മച്ചി, അപ്പച്ച, എന്നെ നോക്കിയേ. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഇന്ന് രാത്രി നീ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഔദാര്യത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കേണ്ട ഒരു ഭിക്ഷക്കാരനല്ല. മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയം തോന്നുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ തകർന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വഴിയും ഒരു ഗതിയും പരഗതിയും തുറന്നു കിട്ടാതിരിക്കുന്ന സമയത്ത്, 4 വഴിക്ക് നിന്നും നിങ്ങൾ അപ്പാടെ നിങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന മഹാപ്രതിസന്ധികളുടെ അഗ്നിച്ചൂളകൾക്ക് നടുവിൽ വെന്തെരിഞ്ഞ് ഭസ്മമായി ഇല്ലാതാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അത്രയും നിസ്സഹായമായ സാഹചര്യത്തിൻ്റെ നടുത്തളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് ഒരു ദൈവ പൈതല് ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യമാണ്, ഞാൻ എവിടെ നിന്നോ വലിഞ്ഞ് വഴി തെറ്റി വലിഞ്ഞു കയറി വന്ന ഒരു പരദേശിയോ അപരിചിതനോ അനാഥനോ അഗതിയോ ആലംബഹീനനോ ആശ്രയമറ്റവനോ അല്ല. മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചം, ഈ ഉലകം, ഈ ഭൂമി, ഈ അണ്ടകടാഹം, ഈ പ്രപഞ്ചത്തെയും താരാജാലങ്ങളെയും നക്ഷത്രജാലങ്ങളെയും സൗരയൂഥങ്ങളെയും ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച മഹാദൈവത്തിൻ്റെ മകനാണ് ഞാൻ, മകളാണ് ഞാൻ. അപ്പൊ എനിക്ക് അവകാശമുണ്ട്. അവകാശം അപ്പ എന്ന് വിളിക്കുന്ന മകന്റെ അവകാശം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന മകന്റെ അവകാശം. ആ അവകാശമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ അവകാശം നമ്മൾ തിരിച്ചറിയുമ്പോൾ
നമ്മുടെ മുമ്പിലെ വഴികൾ തുറക്കപ്പെടുക. അത് തിരിച്ചറിയുന്നത് വരെ നമ്മൾ ഔദാര്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കും. സഹായിക്കണമേ എന്ന നിലവിളികളുമായി നമ്മൾ കാത്തു നിൽക്കും. എന്നാൽ ഇത് അവകാശമാണ്, ഇതെൻ്റെ അവകാശമാണ്. എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്. അപ്പൻ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും എന്നെ സഹായിക്കാൻ പറ്റുന്ന എൻ്റെ അപ്പനാണ് ദൈവം. ദൈവത്തിൻ്റെതായ വഴിയുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. ഞാൻ നേരമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകാത്തതാണ്. ഉദാഹരണങ്ങൾ ഒരുപാട് എൻ്റെ തലയിൽ വരുന്നുണ്ട്. അതായത് മനുഷ്യനിങ്ങനെ ഇപ്പം ഒത്തിരി ആത്മഹത്യകൾ പെരുകുന്ന കാലമല്ലേ. എനിക്ക് ഒരുപാട് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ദൈവം ആത്യന്തികമായിട്ട് ആരെയും അന്തിമമായി കൈവിട്ട് കളയില്ല. ഒരാളെയും കൈവിട്ട് കളയില്ല. അതായത് ഒരല്പനേരം കൂടെ വെയിറ്റ് ചെയ്താൽ കാര്യങ്ങൾക്ക് വ്യത്യാസം വരും. ഒരല്പസമയം കൂടെ കാത്തു നിന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾ മനുഷ്യരുടെ പ്രശ്നം കേൾക്കുന്നവരാണ്. കോടികളുടെ ബാധ്യതയുമായിട്ട് മനുഷ്യരെത്താറുണ്ട്. കോടികളെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ അടുത്ത് ഹൈദരാബാദിൽ നിന്നൊരു കുടുംബം പറഞ്ഞു, ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്. ഞാൻ ചോദിച്ചു എത്ര രൂപയുണ്ട്? അവർ പറഞ്ഞു 36 കോടി രൂപയുടെ ബാധ്യത. 36 കോടി. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു അതാണ് ഒരാളുടെ ഏറ്റവും വലിയ ബാധ്യതയെന്ന്. കഴിഞ്ഞ ആഴ്ച എന്നോടൊരു സഹോദരി പറഞ്ഞു 1500 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്ന്. ഞങ്ങൾക്ക് വെറുതെ പറയുന്നതാണോ ഇത്? 1500 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരാൾ എന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് സാമ്പത്തിക ഞെരുക്കമുണ്ട്. ലക്ഷങ്ങളുടെ കടമുള്ള ആളുണ്ട്, കോടികളുടെ കടമുള്ള ആളുണ്ട്, മില്യൺസ് കടമുള്ള ആളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഇത് അന്തിമമായി, ഇത് അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടില്ല. കുറച്ച് സമയം കൂടെ കാത്തു നിൽക്കുക. ഇപ്പം നമ്മൾ കുർബാനയിൽ ചൊല്ലുന്ന ആ പ്രാർത്ഥനയില്ലേ, സർവാധിപൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രെയർ റൂമിൽ ഞാൻ 3 വാക്ക് എഴുതി വെച്ചിട്ടുള്ളൂ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. 3 വാക്ക് അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ചാപ്പലിൽ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. അതാണ് നമ്മുടെ ദൈവം, അത്യുന്നതനായ ദൈവം. അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും മുകളിൽ, എല്ലാവരുടെയും മുകളിൽ, ഗവൺമെൻറ്റിൻ്റെ മുകളിൽ, വിസ ഓഫീസറുടെ മുകളിൽ, സ്റ്റാമ്പ് ചെയ്യേണ്ടവൻ്റെ മുകളിൽ, നിനക്ക് വേണ്ടി ഈ ഓർഡർ ഒപ്പിടേണ്ടവൻ്റെ മുകളിൽ, എല്ലാവരുടെയും മുകളിൽ. ആര്? ഞാൻ ആരാധിക്കുന്ന ദൈവം. അത് തിരിച്ചറിയണം, മനസ്സിലായി? വില്ലേജ് ഓഫീസർ അയാളുടെ പേനത്തുമ്പിലാണ് നിന്റെ ഭാവി ഭാഗധേയം തൂങ്ങിയാടുന്നത്. വിഷമിക്കൊന്നും വേണ്ട. വിശ്വാസത്തോടെ പ്രാർത്ഥന പായ വിരിക്കണം, മുട്ട നിൽക്കണം, പറയണം, കർത്താവേ നീ വില്ലേജ് ഓഫീസറിൻ്റെ മേളിലാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം ഈ വില്ലേജ് ഓഫീസറുടെ മേളിലാണ്, ഈ അധികാരിയുടെ മേളിലാണ്, ഈ കളക്ടറിൻ്റെ മേളിലാണ്, ഈ മുഖ്യമന്ത്രിയുടെ മേളിലാണ്, ഈ പ്രധാനമന്ത്രിയുടെ മേളിലാണ്, ഡൊണാൾഡ് ട്രംപിൻ്റെ മേളിലാണ്. ആര്? ഞാൻ ആരാധിക്കുന്ന ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകത്തിലുണ്ട്, അത്യുന്നതനായ ദൈവമാണ് രാജ്യം ഭരിക്കുന്നത്, രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നത് അത്യുന്നതനായ ദൈവം. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ലെന്ന്. നിങ്ങൾ ആരെ പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട. അതാണ് പറയുന്നത്, മല ഇളകി വന്നാലും സമുദ്രം വന്ന് എൻ്റെ മുകളിലൂടെ പതഞ്ഞുയർന്ന് പൊങ്ങിപ്പോയാലും, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയത്തില്ല, പേടിക്കത്തില്ല. എന്താ കാര്യം? പേടിക്കാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. ഭയപ്പെടാത്തതിൻ്റെ കാരണം, ഞാൻ ആരാധിക്കുന്ന ദൈവം സർവാധിപനാണ്, സർവശക്തനാണ്, അത്യുന്നതനാണ്. ആ 3 വാക്കുകളെന്നുറക്കെ പറയാം. സർവാധിപൻ, സർവശക്തൻ. ഉറക്കെ പറ. ആ വാക്ക് പറയുമ്പോൾ തന്നെ പിശാച് പലായനം ചെയ്യും. എനിക്ക് ഒരുപാട് ഉറപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ട് ഒന്നുറക്കെ പറ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ആയില്ല.
ഈ സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായ ദൈവം എൻ്റെ അപ്പനാണ്. അവിടാണ് കാര്യം. ആ ദൈവം എൻ്റെ ആരാ? എൻ്റെ അപ്പനാണ്. സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായ ദൈവം എൻ്റെ പിതാവാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണെല്ലാം. ആ ദൈവം എന്നെ സഹായിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയത്തില്ല. കാരണം എന്താണ്? ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. വീരയോദ്ധാവിനെ പോലെ കർത്താവിൻ്റെ വലതുഭാഗത്തുണ്ട്. അതിനാൽ എൻ്റെ പീഡകരുടെ കാലിടറും. നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധിവ സ്ഥാപിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ ദൈവത്തിൻ്റെ നീതി നടത്തിപ്പുമാണിത്. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കും. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും യശൂൺ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വികായസിലൂടെ മേഘത്തിന്മേൽ എഴുന്നള്ളുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം. നിന്നെ താങ്ങുന്നത് അവൻ്റെ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. ഹല്ലേലൂയാ. സൈന്യങ്ങളുടെ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യേ ഉണ്ട്. ശക്തനും ധീരനുമായിരിക്കണം. പരിഭ്രമിക്കരുത്, സംഭ്രമിക്കരുത്. നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയാ. ആ ദൈവം, സർവാധിപനായ ആ ദൈവം എൻ്റെ അപ്പനാണ്. ബൈബിളിലെ ആദ്യത്തെ പ്രോമിസാണിത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം എൻ്റെ അപ്പനാണ്. ദൈവം എന്നെ സൃഷ്ടിച്ചത് അവൻ്റെ ഛായയിലും അവൻ്റെ സാദൃശ്യത്തിലും. നിരാശപ്പെടരുത്. ഡിപ്രഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി, വിഷാദരോഗങ്ങൾ, ആത്മഹത്യ, അമിത ദുഃഖം, കടുത്ത നിരാശ, ഇതിലൂടെ എല്ലാം കടന്നു പോകുന്ന പ്രിയ മകനെ മകളെ ജീവിതത്തിൽ ആവർത്തിക്കണം. അത്യുന്നതനും സർവാധിപനും സർവശക്തനുമായ ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ അപ്പനാണ്. അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ അവിടുന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വർഷിച്ചിരിക്കുന്നു. എന്നെഴുന്നേക്കാവോ? ഈ സമയത്ത് ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അന്ധകാരങ്ങൾ ഒരുപാട് എടുത്തു മാറ്റും. ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്ന മക്കളെ പരിശുദ്ധാത്മാവ് സൗഖ്യപ്പെടുത്തും. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മുറി അടച്ചിട്ടകത്തിരുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും മടി കാണിക്കുന്ന വിധത്തിൽ നിരാശയുടെ നടുത്തളത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു പ്രിയപ്പെട്ടവനെ, ഒരു പ്രിയപ്പെട്ടവളെ ഓർത്ത് ഈ സമയത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിന് അവരെ ഈ സമയം സുഖപ്പെടുത്താൻ കഴിയും. നീ ഏറ്റുപറയണം, ദൈവം എൻ്റെ അപ്പനാണ്. ആബാ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടരുത്, ആരെയും പേടിക്കരുത്, ഒന്നിനെക്കുറിച്ചും ആകുലത വേണ്ട. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. അല്പസമയം കൂടി കാത്തിരിക്കുക. വഴികളും വാതിലുകളും തുറക്കുന്നൊരു ദൈവത്തെ നിനക്ക് പരിചയമുണ്ട്. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ തോളിൽ വെച്ചിരിക്കുന്നു. അവൻ അടച്ചാൽ ആരും തുറക്കില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല. വെളിപാട് 3:7, ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ സ്ഥാപിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല. വചനം പറയുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? എന്തെങ്കിലുമുണ്ടോ? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആശുപത്രി വരാന്തകളിൽ, ഓപ്പറേഷൻ തിയേറ്ററുകളുടെ മുമ്പിൽ, മെഡിക്കൽ ICUകളിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെയും കാത്ത് ആശുപത്രിയുടെ ആശുപത്രി നടയിൽ, അവിടുത്തെ ഇടവഴികളിലൊക്കെ വിഷമിച്ച് നിൽക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും രാജ്യത്ത് ഇവിടേക്ക് തിരികെ വരാൻ പറ്റാതെ കെട്ടപ്പെട്ടൊരവസ്ഥയിലാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തൂങ്ങിയാടുന്ന ഒരു സ്ഥിരതയില്ലാത്ത തുലാസ് പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ, പ്രിയ മകനെ മകളെ, നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ അപ്പനാണ്, അപ്പൻ. ഒന്നാമത്തെ വാഗ്ദാനം, നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ. രണ്ടാമത്തെ വാഗ്ദാനം വായിക്കാം, 26-ന്റെ 2-ാം ഭാഗം. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം, അവർക്ക്
ഉൽപ്പത്തി 1:26 2 ഭാഗം വായിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ എഴയുന്ന സർവജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. വെരി ഗുഡ്. ഇനി 28 2 ഭാഗം. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അപ്പം രണ്ടാമത്തെ ബ്ലെസ്സിങ് ആണ് ആധിപത്യം, ഡൊമിനിയൻ. ആധിപത്യം ഒന്ന് പറഞ്ഞേ. ആധിപത്യം എന്തിൻ്റെ മേൽ? എന്തിൻ്റെ മേലൊക്കെ? ഭൂമിയുടെ മേലും ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേലും. ആർക്കാധിപത്യം? മനുഷ്യന്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനമാണ്. ഇത് ഏദനിൽ വെച്ച് ദൈവം മാനവകുലത്തിന് തന്ന ആദിമ വാഗ്ദാനങ്ങളിലൊന്നാണ്. ഒന്ന്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ. 2, ഈ ഭൂമിയുടെ മേൽ, ഈ മണ്ണിൻ്റെ മേൽ, മണ്ണ് കൃഷി തരാതിരിക്കുമ്പോൾ, മണ്ണിൽ നിന്ന് വിളവ് കിട്ടാതിരിക്കുമ്പോൾ, കാട്ടുമൃഗങ്ങൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, പന്നി ഇറങ്ങി കൃഷി നശിപ്പിക്കുമ്പോൾ, കുരങ്ങുകളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ, ചാഴിയും ചെള്ളും നമ്മുടെ വിളകളെ നശിപ്പിക്കുമ്പോൾ, വന്യമൃഗങ്ങളുടെ കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും കാട്ടുപുലിയുടെയും ഉപദ്രവം ഉണ്ടാകുമ്പോൾ, ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളൊരു കാര്യം തിരിച്ചറിയുക. ദൈവം ഇവയുടെ മേലെല്ലാം നമുക്ക് ആധിപത്യം തന്നിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നല്ലതണ്ണിയിൽ കാട്ടിൽ ജീവിക്കുന്ന 3 സഹോദരന്മാരെ പറ്റി കേട്ടിട്ടുണ്ടോ? മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. അതായത് 10-35 വർഷത്തോളമായിട്ടുണ്ടാവും ഇപ്പം. ഈ സഹോദരന്മാർ കാട്ടിൽ, ഒരു നല്ലതണ്ണിയിൽ കാട്ടിൽ ഒരു ചെറിയ ഗുഹ പോലൊരു വീടിനകത്ത് താമസിക്കുകയാണ്. 3 അൽമായ സഹോദരന്മാർ ഇപ്പോൾ അവിടെയുണ്ട്. അപ്പോൾ ഈ സഹോദരന്മാർ, അവരെക്കുറിച്ചൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ബഹുമാനപ്പെട്ട അച്ഛന്മാരൊക്കെ ചെയ്തതൊക്കെ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും കൊല്ലമായിട്ട് അവരാ കാട്ടിൽ അവർ ജീവിതത്തെ വിശുദ്ധീകരിച്ചും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ചും ഈ സഹോദരന്മാർ വളരെ നിസ്സാരമായ സാഹചര്യത്തിൽ അവിടെ കഴിയുകയാണ്. കറണ്ടില്ല, മൊബൈൽ ഫോണില്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. വളരെ പരിമിതമായ സാഹചര്യം. അതിനകത്തൊരു ഗുഹ പോലൊരു വീടിനകത്ത് ഇവർ താമസിക്കുകയാണ്. ഞാൻ പറയാൻ വരുന്നത്, ഈ സ്ഥലത്ത് പുലി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവരോട് ചോദിച്ചു നോക്കിയാൽ അവർ പറയും പുലി വന്നിട്ടുണ്ട്. പോകുന്ന വഴിക്കൊക്കെ പുലിയെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ പറഞ്ഞു, പുലിയുടെ വഴിക്ക് പോയി, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെങ്ങാണെങ്കിൽ പുലിയുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ നമ്മളായനെ. ഇനി ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ഇഴജന്തുക്കൾ വരാറുണ്ട്. പാമ്പ് കയറി വരും. ഇതിനകത്ത് വരുമ്പോൾ ചെയ്യുന്ന എന്താണ്? മോനെ പൊക്കോടാന്ന് പറയും. ആരോടാ പറയുന്നേ? മൂർഖൻ പാമ്പിനോട്. പാമ്പിങ്ങനെ ഓൾ റൈറ്റ് പോവും. ഉടുമ്പ് എന്ന് പറഞ്ഞൊരു ജീവിയാണ്. ഉടുമ്പ് കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ പിടലിക്ക് കയറി പിടിച്ചാൽ വിടത്തില്ലെന്നാണ് പറയുന്നത്. ഉടുമ്പ്. ചെറിയൊരു ജനലുണ്ട്. ഞാൻ ആ ജനലിന് ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞിരുന്ന് അവരോട് സംസാരിക്കുകയാണ്. പുറകിലൊരനക്കം കേട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ ഈ ജനലിൻ്റെ പുറകിൽ ഉടുമ്പ് നിൽക്കുകയാണ്. ഉടുമ്പ്. ദൈവമേ, എൻ്റെ കഥ കഴിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ബ്രദറെ ഉടുമ്പ്. അപ്പോൾ പറഞ്ഞാ ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് അവനോട് പറയാണ്, ചിക്കു പൊക്കോടാന്ന്. എന്താണ് അവൻ്റെ പേര്? ചിക്കു. അപ്പൊ ചിക്കു ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ചിക്കുവോ? ചിക്കുവോ? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ അവനെ അങ്ങനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു, ചിക്കു. അപ്പൊ ചിക്കു ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഓൾ റൈറ്റ് പോയി.
ചിക്കുവിൻ്റെ പാട്ടിന് പോയി. ഡൊമീനിയൻ, എല്ലാറ്റിൻ്റെ മേലും ആധിപത്യം. വടിയെടുക്കണ്ട, വാക്കത്തി എടുക്കണ്ട, വാളെടുക്കണ്ട, തോക്കെടുക്കണ്ട, എല്ലാത്തിൻ്റെ മേലും ആധിപത്യം. പറഞ്ഞാ പോവും, പറഞ്ഞാ വരും. ആധിപത്യം. കഥയല്ല, ഇതുപോലെ ഒരു വലിയ പള്ളിപ്പെരുന്നാൾ ഒത്തിരി പേര് വന്നിട്ടുണ്ട്, ഒത്തിരി പേര്. അപ്പം അതിനിടയ്ക്ക് ഒരു പാമ്പഴഞ്ഞിങ്ങ് വന്നു. അറിഞ്ഞില്ല, കാലിൻ്റെ അടിയിൽ തണുപ്പടിച്ചപ്പോഴാണ് അറിഞ്ഞത്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പാമ്പ് വന്നാൽ അറിയില്ല. ഇടയ്ക്കൊക്കെ ചെറിയൊരു തണുപ്പ്. സിസ്റ്റർ താഴോട്ട് നോക്കി, പാമ്പ്. എന്ന അവസ്ഥയെന്ന് ആലോചിച്ച് ചോദിക്കേ. ആകെ ആളുകൾ ഇളകി ബഹളായത്. ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ, പാമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. വികാരിച്ചം പ്രായമുള്ള ഒരാളാണ്. പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് വന്നു. ഇതിനെ ബഹളം വെക്കുന്ന അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പോടാന്ന് പറഞ്ഞു. അതിങ്ങനെ തലപൊക്കി മര്യാദയ്ക്ക് അതിൻ്റെ വഴിക്ക് ഇഴഞ്ഞ് പോയി. അതിങ്ങനെ ഇത്ര നേരം മന്ദിച്ച് കിടന്ന് പിന്നെ എഴുന്നേറ്റങ്ങ് പോയി. കഥയല്ല, ആധിപത്യം. ഫ്രാൻസിസ് അസീസിയുടെ മുമ്പിൽ ചെന്നായ കീഴടങ്ങിയെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ അതൊക്കെ വിശുദ്ധരുടെ ജീവിതത്തിലെ കഥകൾ. കഥയല്ല, ആധിപത്യം. പറഞ്ഞേ ഹല്ലേലൂയാ, പുറകെ പറഞ്ഞേ ഹല്ലേലൂയാ. പെട്ടെന്ന് കുറച്ച് വചനങ്ങൾ എടുക്കുക, പെട്ടെന്ന്. ജോബിൻ്റെ പുസ്തകം, അല്ല അതിനു മുമ്പ് ലേവ്യരുടെ പുസ്തകം. ലേവ്യരുടെ പുസ്തകത്തിൽ നമുക്ക് ഈ വാഗ്ദാനങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശ്വാസി, പ്രത്യേകിച്ച് ക്രിസ്ത്യാനി, ഒത്തിരി ഇങ്ങനെയുള്ള മൃഗങ്ങളാൽ ഉപദ്രവിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം, ലേവ്യർ 26 1 മുതലുള്ള വാക്യങ്ങൾ നിർത്തി ഉച്ചത്തിൽ മനസ്സിലാവുന്ന വിധത്തിൽ വായിക്കുക. ലേവ്യർ 26, അതിൻ്റെ തലക്കെട്ട് അനുഗ്രഹങ്ങൾ. നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ കൊത്തുരൂപങ്ങളോ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ദേശത്ത് സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നാട്ടുകയോ അരുത്. എന്തെന്നാൽ, അപ്പം അതായത് വിഗ്രഹാരാധന, അന്യദേവന്മാരുടെ പുറകെ പോകരുത്. ഒന്നാമത്തെ കൽപ്പന. 2, നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ. ഞാനാണ് കർത്താവ്. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും, ഭൂമിയിലെ വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. നിങ്ങളുടെ കറ്റമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായി വസിക്കും. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സ്വൈരമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. എന്നോട് വായിക്ക്. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്ത് കൂടെ വാൾ കടന്നു പോവുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നോട് വായിക്കത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്ത് കൂടി വാൾ കടന്നു പറ ആമേൻ, ആമേൻ. ഇനി അടുത്തത് ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം. ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. 19 മുതൽ 24 വരെ. ജോബ് 5, 19 മുതൽ 24 വരെ വായിക്കാം. അവിടുന്ന് ഉറക്കെ 6 കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും. 7-മതൊന്ന് നിന്നെ സ്പർശിക്കുകയില്ല. ക്ഷാമകാലത്ത് മരണത്തിൽ നിന്നും യുദ്ധകാലത്ത് അവിടുന്ന് നിന്നെ രക്ഷിക്കും. നാവിൻ്റെ ക്രൂരതയിൽ നിന്ന് നീ മറയ്ക്കപ്പെടും. നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല. നാശത്തെയും ക്ഷാമത്തെയും നീ പരിഹസിക്കും. വന്യമൃഗങ്ങളെ നീ ഭയപ്പെടില്ല. ഒന്നുകൂടെ വായിക്കത്. വന്യമൃഗങ്ങളെ നീ ഭയപ്പെടില്ല. ഭൂമിയിലെ കല്ലുകളോട്
നിനക്ക് സഖ്യം ഉണ്ടാകും. കാട്ടുമൃഗങ്ങൾ നിന്നോട് ഇണക്കം കാണിക്കും. നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒരു വാഴക്കൊല പോലും പോയതായി കാണത്തില്ല. ഹല്ലേലൂയ. മനസ്സിലായി? ഒരു പൈനാപ്പിൾ പോലും പോയതായി കാണത്തില്ല. ഇത് വാഗ്ദാനമാണ്. ഹല്ലേലൂയ. അപ്പൊ പറയാണ്, ഭൂമിയിലെ കല്ലുകളോട് നിനക്ക് സഖ്യമുണ്ടാകും. കാട്ടുമൃഗങ്ങൾ നിന്നോട് ഇണക്കം കാണിക്കും. നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല എന്ന് പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറഞ്ഞ ആമേൻ, ആമേൻ. ഇനി സുഭാഷിതങ്ങൾ അധ്യായം 16. സുഭാഷിതങ്ങൾ അധ്യായം 16. അവിടെ 16-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. തിരിച്ചു വരാം. ഇതാണ് 2-ാമത്തെ വാഗ്ദാനം. അപ്പോൾ ആദാമ്യ ഉടമ്പടിയിലെ 2-ാമത്തെ വാഗ്ദാനം പറയൂ. ആധിപത്യം. 1-ാമത്തേത് ദൈവമക്കൾ, 2-ാമത്തേത് ആധിപത്യം. ഇതെന്തിനാ പറയുന്നതെന്നറിയാം? ഇത് വിശ്വസിക്കുക. ഇനി അവസാനം വരുമ്പോൾ ഈ വാഗ്ദാനം എല്ലാം നമുക്ക് ബാധകമാണ്. ഇത് നമുക്കുള്ളതാണിത്. അപ്പം അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. 1-ാമത്തേത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. 2-ാമത്തേത് ആധിപത്യം. 3-ാമത്തേത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ ദൈവത്തിൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കെ. 3-ാമത്തേത് ബന്ധങ്ങളും സന്താനങ്ങളും. ബന്ധങ്ങളും സന്താനങ്ങളും. അതാണ് ആദാമ്യ ഉടമ്പടിയിലെ 3-ാമത്തെ അനുഗ്രഹം. ദൈവം നമുക്ക് തന്ന ബന്ധം, നല്ല ബന്ധങ്ങൾ, നല്ല തലമുറ. ഇത് ദൈവം തരുന്നൊരു വാഗ്ദാനമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കേണ്ടതുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ആദം ഹൗവ നമുക്ക് വേണ്ടി സ്വീകരിച്ച ഒരു വാഗ്ദാനമാണെന്ന് ബന്ധങ്ങളും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്നെ ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജീവിത പങ്കാളിയുണ്ട്, ഇനി സിസ്റ്റേഴ്സിനൊക്കെ കൂട്ടത്തിലുള്ള സഹസന്യാസിനിമാരുണ്ട്, അച്ഛന്മാർക്ക് സമൂഹത്തിലുള്ള മറ്റു അച്ഛന്മാരുണ്ട്, ദൈവജനമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ മാതാപിതാക്കന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്. ഈ ബന്ധങ്ങൾ ഇത് ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാൽ, പല കുടുംബങ്ങളിലും ബന്ധങ്ങളുണ്ട്, പക്ഷെ ബന്ധമില്ല. ഇന്ന് ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ നാളുകളിൽ നമ്മൾ അനുഭവിക്കുന്ന, വിശ്വാസികൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ കാണുമ്പോൾ പച്ചമാർക്കൊക്കെ അറിയാം, നമ്മൾ നേരിടുന്ന, അല്ലെ കുടുംബങ്ങളിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ബന്ധമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ല, ഒരു അടുപ്പമില്ല, ഒരു സ്നേഹമില്ല, ഒരു ആഴമില്ല, ചേർത്ത് പിടിക്കുന്നൊരു സ്നേഹമില്ല. ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഭയങ്കര ടഫാണ്. ആളുകൾ സ്നേഹമില്ല, പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെ പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ സ്നേഹം ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. എവിടെയും ഇങ്ങനെ ആശയപ്പൊരുത്തക്കേടുണ്ടാവുകയാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിയുന്നു, വിവാഹമോചനങ്ങൾ പെരുകുന്നു. വിവാഹമോചനത്തിൻ്റെ വഴുക്കുന്ന വരമ്പിലൂടെ ദമ്പതിമാർ യാത്ര ചെയ്യുന്നു. ഒരു ഒത്തുതീർപ്പിന് തയ്യാറായി കുറച്ച് പേരൊക്കെ ജീവിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് കുറച്ച് പേരൊക്കെ ജീവിക്കുന്നു. പിന്നെ ദൈവം കൂട്ടിച്ചേർത്തല്ലേ എന്നൊക്കെ ഓർത്ത് ബന്ധമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വന്ന് കുടുംബങ്ങളിൽ സ്നേഹമെല്ലാം പോവുക, ആഴമില്ല, അടുപ്പമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ PG പഠിക്കുമ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ ക്ലാസ്സിൽ അന്ന് 21 പേരുണ്ട്. ഞങ്ങൾ 3 അച്ഛന്മാരുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഉച്ച സമയത്ത് കഴിക്കാണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഈ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ലാസ്സിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി എൻ്റെ ക്ലാസ്മേറ്റാണ്. അവൾ എൻ്റെ അടുത്തോട്ട് വന്നിരുന്നിട്ട് എന്നോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം എല്ലാവരും പോയി, ഞങ്ങൾ 2 പേരും മാത്രമായി. അപ്പം ഞാൻ പറഞ്ഞു, നീ പോണില്ലേ? കൈ കഴുകിയിട്ട് വന്നു. നീ പോണില്ലേ? നീ പോണില്ലേ പുറത്തോട്ടൊക്കെ? ഇല്ല, ഞാൻ പോണില്ല അച്ഛാന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും ഒക്കെ കൂട്ടുകെട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ, നിനക്കൊന്നുമില്ലേ എന്ന് പറഞ്ഞാൽ പിള്ളേരല്ലേ, ഇച്ചിരി കൂട്ടുകെട്ടൊക്കെ ഉണ്ട്, അപ്പോൾ നിനക്കൊന്നുമില്ലേ? അപ്പോൾ അവൾ ചോദിച്ചു, അച്ഛൻ എന്തോ ഉദ്ദേശിക്കുന്നേ? ഞാൻ പറഞ്ഞല്ല, നിനക്ക് ഈ അടുപ്പവും പ്രേമവും ഒന്നും ഇല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ എന്നാ തോന്നി? ഞാൻ പറഞ്ഞു, നീ ഒരു നല്ല കൊച്ചാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ല കൊച്ചൊന്നും അല്ല, പക്ഷെ പ്രേമമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ആഹാ, PG ക്ലാസ്സാണ്, PG പോസ്റ്റ് ഗ്രാജുവേഷനാണ്, വലിയ പിള്ളേരാ. അപ്പം ഞാൻ പറഞ്ഞു, അത് അത്ഭുതമായിരിക്കുന്നല്ലോ, ആരോടും അടുപ്പമൊന്നും ഇല്ലല്ലേ? ഇല്ലയെന്ന് പറഞ്ഞു. ഓ കൊള്ളാലോ. അപ്പം ഞാൻ പറഞ്ഞു, ആരോടും അടുപ്പം ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, അച്ഛനെ എന്നാ തോന്നുന്നു, എന്നെ കണ്ടാൽ ആള് കടുപ്പമൊക്കെ തോന്നത്തില്ലേ? ഞാൻ പറഞ്ഞു, പിന്നെ നീ മിടിക്കല്ലേ, തോന്നും. അപ്പോൾ ഒത്തിരി പേർക്ക് എന്നോട് അടുപ്പം തോന്നിയിട്ടുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട് അച്ഛാന്ന് പറഞ്ഞു. എന്നിട്ട് പക്ഷെ അത് വളരാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കൊക്കെ അടുപ്പം തോന്നിയിട്ടുണ്ട് അച്ഛാ ഒത്തിരി പേരോട്, എന്നോടും അടുപ്പം വന്ന് പറഞ്ഞിട്ടുണ്ട്, വളരാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്നാ? ഞാൻ പറഞ്ഞു, നീ എന്നോട് പറഞ്ഞു എന്നാ നീ വളരാൻ സമ്മതിക്കാത്തെ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ പാവപ്പെട്ടൊരു വീടാ, എൻ്റെ പാവപ്പെട്ടൊരു വീടാ, ഒത്തിരി പൈസയൊന്നുമില്ല, പാവപ്പെട്ട അപ്പനാച്ചാ, പാവപ്പെട്ട അപ്പൻ. 3:30 മണിക്ക് കോളേജ് വിടും. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ 4:15, 4:15. അത് 4:20 ഈ ബൈപ്പാസ് കഴിഞ്ഞ് വിശ്രമിക്കുന്ന അപ്പൻ നെഞ്ചം തിരുമ്മിക്കൊണ്ട് ഇങ്ങനെ വഴിയിലോട്ട് നോക്കി ഒരു നടപ്പുണ്ട്. ഈ 4:15, 4:20 ചങ്ക് തിരുമ്മിക്കൊണ്ടൊരു അപ്പൻ ഇങ്ങനെ വഴിയിലോട്ട് നോക്കി നടക്കും വെച്ചാ. അമ്മ, ഞങ്ങളുടെ വീടെന്ന ചതുരവടിവിന് വെളിയിൽ അമ്മ പോയിട്ടില്ല. വീടാണ് അമ്മയുടെ ലോകം, ഞങ്ങളാണ് അമ്മയുടെ പ്രധാനപ്പെട്ട ആളുകൾ. ചോറൊക്കെ വിളമ്പി തരുമ്പോണ്ടല്ലോ അച്ഛാ, കണ്ണ് നിറഞ്ഞിട്ടാണ് വിളമ്പി തരുന്നത്. മക്കൾക്ക് അസുഖം വരല്ലേ, രോഗം വരല്ലേ, നന്നാവണേ. പാവം അച്ഛാ എൻ്റെ അമ്മ. മകള് വീട്ടിൽ വരാൻ 5 മിനിറ്റ് വൈകിയാൽ ചങ്ക് തിരുമ്മിക്കൊണ്ട് മുറ്റത്തൂടെ നടക്കുന്ന അപ്പനെയും മക്കൾക്കാവത്തൊന്നും വരുത്തല്ലേ എന്ന് കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ചോറ് വിളമ്പി തരുന്ന അമ്മയൊക്കെ പറ്റിച്ചിട്ട് വേണ്ടേ അച്ഛാ ഞാനൊരു പ്രേമത്തിൽ കുരുങ്ങാൻ? ആഗ്രഹമുണ്ട് എനിക്ക് പലരോടും അടുപ്പമൊക്കെ ഉണ്ടാവണമെന്ന്, പക്ഷേ പറ്റിക്കണം. എന്നോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ അങ്ങനെ ചെയ്യല്, അപ്പനും അമ്മയ്ക്ക് സങ്കടമാവും, നമുക്ക് കല്യാണമൊക്കെ കഴിക്കാം, നിനക്ക് ഇഷ്ടപ്പെടുന്ന ആളെ കെട്ടിച്ചു തരാം, പക്ഷേ പ്രേമിച്ചൊന്നും നടക്കരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ, ഈ കുട്ടി ക്രിസ്ത്യാനി അല്ല എന്നുള്ളതാണ്. ഈ കുട്ടി ക്രിസ്ത്യാനിയല്ല. അവൾ എന്നോട് പറയുകയാണ്, അച്ഛാ ഈ അപ്പനെയും അമ്മയും പറ്റിച്ചിട്ട് വേണ്ട അച്ഛാ, ആ അമ്മ വിളമ്പി തരുന്ന ചോറ് പറ്റിച്ചോണ്ട് വേണ്ട ഞാൻ തിന്നാൻ. ഞാനിങ്ങനെ ഭയങ്കര ഐഡിയലായ ഒരു കുട്ടിയെക്കുറിച്ച് പറയാം. ഒത്തിരി പിള്ളേരുണ്ട് ഇങ്ങനെ. എന്താണ് ജീവിതത്തിൽ ഇങ്ങനെ തിന്മയുടെ നീരാളി ഹസ്തങ്ങൾ ഇങ്ങനെ വന്ന് വരിഞ്ഞു വാരിപ്പിടിക്കാൻ അവരുടെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ കാലത്തിന് നേരെ, തങ്ങളുടെ നേരെ പാഞ്ഞു വന്ന തിന്മയുടെ ഈ നീരാളിപ്പിടുത്തത്തിന് നേരെ അവരൊരു പ്രതിരോധം തീർത്തത്? എന്തുകൊണ്ടാ? ബന്ധങ്ങൾ കൊണ്ടാണ്. ബന്ധം. അപ്പനെ അമ്മയെ ചതിക്കാൻ വയ്യാന്ന്. ബന്ധം. ഞാൻ അവളോട് പറഞ്ഞു, കൊച്ചേ എനിക്ക് നിന്റെ കാലയെ തൊട്ടൊന്ന് വണങ്ങണമെന്നുണ്ട്. എന്തോരു നല്ല കൊച്ചാ നീ. ബന്ധം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ദൈവം തന്ന വലിയൊരു ഗിഫ്റ്റാണ്. നമ്മൾ വീട്ടിലൊക്കെ അപ്പം എന്തറിയാം, നമ്മൾ ആരെയും ബൈപ്പാസ് ചെയ്ത് പോണേ? നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ കണ്ണുനീര് നമ്മൾ കാണാതെ പോകുന്നത്. നമ്മളുടെ കൂടെ നിൽക്കുന്നവരുടെ വിഷമാണ് നമ്മൾ അറിയാതെ പോണത്. അടുത്ത് നിൽക്കുന്നവരെ നമുക്ക് മനസ്സിലാവാതെ പോകുന്നത്. വർഷങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിച്ചു വീട്ടിൽ, പക്ഷേ ആ പ്രിയപ്പെട്ടവരുടെ ചങ്കിലെ പിടച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ
റെയിൽവേ സ്റ്റേഷനിൽ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ വന്ന് വണ്ടി ഇറങ്ങി. അയാൾ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ മദ്യപിച്ച് വെച്ച് പോകുന്ന കാലുകളുമായി എതിരെ വന്നൊരു മനുഷ്യൻ അയാളെ തട്ടി വീഴാൻ തുടങ്ങിയപ്പോൾ അയാൾ പിടിച്ചു. സഹോദരാ, മനുഷ്യരെ തട്ടാതെ പോ. അപ്പം അയാൾ പറഞ്ഞു, അനിയ ക്ഷമിച്ചേര്, ഇന്നിത്തിരി കൂടിപ്പോയെന്ന് പറഞ്ഞു കുടിച്ചത്. സാരമില്ല ചേട്ടാ, നമ്മൾ പരിചയപ്പെട്ടതല്ലേ കുടിയൻ, നമ്മൾ പരിചയപ്പെട്ടതല്ലേ, ഒരു ഉപകാരം ചെയ്തിട്ട് പോടാന്ന് പറഞ്ഞു. എന്നാ ഉപകാരം? എല്ലാ ദിവസവും ഞാനിങ്ങനെ വൈകുന്നേരം ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി വീട്ടിലേക്ക് ഓട്ടോറിക്ഷ പിടിച്ച് പോകുന്ന ദൂരമേ ഉള്ളൂ. വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഈ പുറത്തിറങ്ങിയിട്ട് ഇവിടെ കാണുന്ന ഈ കടകളിൽ നിന്ന് വളരെ വിലപിടിപ്പുള്ളൊരു സമ്മാനവും വാങ്ങിയാണ് വീട്ടിലേക്ക് പോണത്. ആർക്കാ? ഒരു കൊച്ചുണ്ട്, ഇളയ കൊച്ച് വീട്ടിൽ, അതിന് കൊടുക്കാനാ. എല്ലാ ദിവസവും അങ്ങനെ കൊടുക്കുമോ? എന്നും കൊടുക്കൂടാ. ഇന്ന് കടയിൽ കയറാനുള്ളൊരു വകുപ്പില്ല, വെളിവില്ല. ഉപകാരം ചെയ്യാവോ? കടയിലൊന്ന് എന്നെ കൊണ്ടുപോയിട്ട് ഒരു സമ്മാനം വാങ്ങിച്ചു തരാവോ? ഇതാ എൻ്റെ പേഴ്സിൽ നിന്ന് കാശ് കൊടുത്തു, അതിനെന്നാ ചേട്ടാ ചെയ്തു തരാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി. പിറ്റേ ദിവസം ഇതേ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇവർ വീണ്ടും കണ്ടുമുട്ടി. കുടിയൻ്റെ അവസ്ഥ പഴയത് തന്നെ. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്ന് സമ്മാനം വാങ്ങണം. പിന്നെ ഇന്നും വാങ്ങണം, നീ വരുന്നോ? വരുന്നു. ചെന്നു, അയാൾ സമ്മാനം. ഇങ്ങനെ 3-4 ദിവസം അങ്ങനെ തന്നെ പോയി. വിലപിടിപ്പുള്ള സമ്മാനം കൊച്ചിന് വാങ്ങിക്കൊണ്ട് പോവാ. അന്ന് അയാൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് 4-ാമത്തെ 5-ാമത്തെ ദിവസം വന്ന് വൈകുന്നേരം ആ റെയിൽവേ സ്റ്റേഷന് വെളിയിൽ വെച്ച് യാത്ര പറഞ്ഞ് പിരിയും മുമ്പ് അയാൾ ആ മദ്യപാനിയോട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം പറഞ്ഞാൽ ക്ഷോഭിക്കരുത്. നാളെ ചേട്ടൻ വീട്ടിലേക്ക് പോകുമ്പോൾ ചേട്ടൻ ഇന്ന് വരെ കുഞ്ഞിന് കൊടുത്തിട്ടില്ലാത്തതും ആ കുഞ്ഞ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നതുമായ വളരെ വിലപ്പെട്ടൊരു സമ്മാനം നാളെ കൊടുക്കണം. ജീവിതത്തിൽ ഇന്ന് വരെ ചേട്ടൻ കൊടുത്തിട്ടില്ലാത്തതും കുഞ്ഞ് ഏറ്റവും കൂടുതൽ കൊതിക്കുന്നതുമായ ഒരു സമ്മാനം. അപ്പോൾ ചോദിച്ചു, അനിയ അതെന്ത് സമ്മാനം? എന്തോ വിലയാവും? അതിന് പൈസ കൊടുക്കണ്ട ചേട്ടാ. പിന്നെന്ത് സമ്മാനം? മദ്യപിക്കാതെ വീട്ടിൽ ചെന്ന് കയറുന്ന ഒരപ്പൻ. അതിനേക്കാളും വലിയ സമ്മാനം എന്നാ ചേട്ടാ? മദ്യപിക്കാത്ത ഒരപ്പൻ, വീട്ടിൽ കിടന്ന് വഴക്കടിക്കാത്ത ഒരപ്പൻ, വീട്ടിൽ കിടന്ന് തെറി പറയാത്ത ഒരമ്മ, ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ, ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭർത്താവ്. ഇത് കൂടുതൽ എന്ത് വലിയ സമ്മാനമാണ് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത്? സ്നേഹം ഇങ്ങനെ മുറിഞ്ഞില്ലാതാവുകയും വൈരവും വൈരാഗ്യവും വെറുപ്പും ഉയർത്തിവിട്ട കനത്ത അന്ധകാരം വീടിൻ്റെ അകത്തളങ്ങളിൽ കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന അത്രയും ഭയാനകമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമില്ല, മനുഷ്യൻ്റെ അകത്ത് സ്നേഹമില്ല. വൈരാഗ്യവും വെറുപ്പുമാണ് ഇങ്ങനെ അകത്ത്. സ്നേഹമില്ല. ഒരു സമാധാനത്തിൽ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല. പറയുന്ന വാക്കുകൾക്ക് മയവില്ല. മറ്റുള്ളവൻ്റെ കണ്ണീരിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ല. ഒരാൾ കടന്നു പോകുന്ന വിഷമം എന്താണെന്ന് ചിന്തിക്കുന്നില്ല. ബന്ധം ഈസ് എ ഗിഫ്റ്റ്. ഈശോ പറഞ്ഞാണ്, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു, കർത്താവേ നീ എനിക്ക് തന്നവർ. പറയാവോ? നീ എനിക്ക് തന്നവർ, നീ എനിക്ക് തന്നവർ, എനിക്ക് നീ തന്നതാണിത്. ഇങ്ങനെ പറയുന്നത്. അതായത് കൈ നിറയെ മുത്തുമണികൾ വാരിയെടുത്തിട്ട് ഇങ്ങനെ വെതറിയാൽ ഏത് മുത്ത് മറ്റേത് മുത്തിനോട് ചേരണമെന്ന് പോലും ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം തന്നതാ ഇത്. ഇത് അറിയാതെ ഇങ്ങനെ വഴിതെറ്റി വന്നതല്ല. ബ്രോക്കർ പറ്റിച്ചല്ലിത്. പറഞ്ഞ ഹല്ലേലൂയ. അതെ, ബ്രോക്കർ പറ്റിച്ചിട്ട് ഇത് ഈ കെടുമ്പിനെ കെട്ടിയതല്ല. മറിച്ച് ഇത് ആര് തന്നതാണ്? ദൈവം തന്നതാണ്. ഞാൻ ഈ തൃശ്ശൂർ സ്ഥലം അമ്മാടത്ത് കൺവെൻഷൻ കഴിഞ്ഞ് ഞാനിങ്ങനെ വണ്ടിയിൽ വെപ്രാളപ്പെട്ട് ഓടിക്കയറുമ്പോൾ ഒരു പെങ്കച്ച് ഓടി വന്നിട്ട് കയ്യിലോട്ടൊരു കത്ത് തന്നു. പറഞ്ഞ സമയമില്ലെന്നറിയാം, വീട്ടിൽ ചെന്നിട്ടൊന്ന് വായിച്ചേക്കണേന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ അതിനകത്തുണ്ട്, പിന്നെ വിളിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേന്ന് പറഞ്ഞു. വായിക്കുമ്പോൾ അച്ഛന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് അത് വായിച്ചു. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിൽ ഒന്നാണ്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ കല്യാണം ഒരു ചതിയായിരുന്നു, എൻ്റെ വിവാഹം ഒരു ചതിയായിരുന്നു. എന്ന് പറഞ്ഞാൽ മാനസിക വിഭ്രമമുള്ള, മാനസിക വളർച്ചയെത്താത്തൊരു ചെറുപ്പക്കാരനെ അയാളുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ചേർന്ന് തന്ത്രപൂർവ്വം എന്നെ അറിയിക്കാതെ പറ്റിച്ച് ചതിച്ച് കെട്ടിച്ചതാണ്. ഇവളുടെ വീട്ടുകാർക്ക് കാശില്ല,
അവരുടെ വീട്ടുകാർക്ക് കാശുണ്ട്, പക്ഷെ ചെറുക്കന് ബുദ്ധിയില്ല. അപ്പോൾ ഈ രണ്ട് വീട്ടുകാരും തമ്മിൽ കൊച്ചിനെ ഈ വിവരം അറിയിക്കാതെ, ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന്, ഇവൻ ഇടയ്ക്കിടയ്ക്ക് മാനസിക പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയിക്കാതെ ഈ കൊച്ചിനെ അവളുടെ വീട്ടുകാരും അവൻ്റെ വീട്ടുകാരും ചേർന്ന് ചതിച്ച് കെട്ടിച്ചതാണ്. അവൾ പറഞ്ഞു, ദാമ്പത്യത്തിൻ്റെ 1-ാമത്തെ ദിവസം മുതൽ തുടങ്ങിയതാണ് അച്ഛാ ഈ പീഡാനുഭവം. എപ്പോൾ എന്നാ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഈ മനുഷ്യൻ. ഞാൻ ഓടി രക്ഷപ്പെട്ട് വീട്ടിലോട്ട് പോയി. എൻ്റെ വീട്ടിലെ അവസ്ഥ എന്താ? അവിടെ ചെന്ന് കയറിയാൽ ഇതിനേക്കാൾ വലിയ നരകമാണ്. ഞാൻ എന്നാ ചെയ്യൂ അച്ഛാ എന്നോർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് അച്ഛൻ ബൈബിളിലെ ജോസഫിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടത്. അതിനകത്തൊരു വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് അപ്പൻ്റെ മരണത്തിന് ശേഷം തങ്ങളെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞ് കൈകൂപ്പി യാചിച്ച് ദൈന്യ യാതനകളുമായി കൺമുമ്പിൽ നിൽക്കുന്ന സഹോദരന്മാരോട്, രക്തബന്ധത്തോട് ജോസഫ് പറയുന്നൊരു വാചകമുണ്ട്: നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ എൻ്റെ ദൈവം അത് നന്മയാക്കി മാറ്റി. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ എൻ്റെ ദൈവം അത് നന്മയാക്കി മാറ്റി. അച്ഛാ, അതെനിക്കൊത്തിരി സമാധാനം തന്നു. എനിക്കറിയാം ഒത്തിരി നാളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ അച്ഛാ. ഞാൻ ഏതായാലും വിവാഹമോചനത്തിനൊന്നും പോകണില്ല. ഞാൻ ഇയാളെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ സ്നേഹിച്ച് ജീവിക്കുകയാണ്. എൻ്റെ അച്ഛാ, എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചോണേ. ഞാൻ മടുത്തു പോകാതിരിക്കാൻ, ഞാൻ തോറ്റു പോകാതിരിക്കാൻ, ഞാൻ തളർന്നു പോകാതിരിക്കാൻ, ഞാൻ വീണു പോകാതിരിക്കാൻ, ഞാൻ മരിക്കാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിച്ചോണേ. ബന്ധം എന്തുമാത്രം നമുക്ക് ദൈവം തന്ന ബന്ധങ്ങളെ നമ്മൾ വാല്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങള്, അമ്മായിപ്പൻ, അമ്മായിമ്മ, ബന്ധം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഈ കാലത്ത്. എത്ര 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 മക്കളാ ഇങ്ങനെ ചങ്കിനകത്തെ വല്ലാത്തൊരു പിടപ്പുമായിട്ട് വന്ന് കയറുന്നത്. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് എത്ര നാൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റും? ഇപ്പം ഇന്നത്തെ കാലത്ത് വലിയ വലിയ പ്രശ്നങ്ങളുമാണ്. ഞാൻ യൂറോപ്പിൽ ചെന്നപ്പോൾ എന്നോടൊരു അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ, കൊച്ചുങ്ങളുടെ അടുത്തോട്ട് പോകാൻ പോലും പേടിയാന്ന് പറഞ്ഞു. കാരണം അത് വേറെ കേസാണ്. കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പോകുമ്പോൾ, കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഈ അച്ഛനും സിസ്റ്ററിനും ഒക്കെ ഇനി എത്ര കാലം കുഞ്ഞുങ്ങളെ പൊതിയാൻ പറ്റും? ഞാൻ ഡൽഹി ചെന്നപ്പോൾ ഒരു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ലാത്തൊരു കാര്യത്തിന് ഒരു കുഞ്ഞിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി ആ വീട്ടുകാർക്ക് കാശ് കൊടുത്തിട്ട് കൊച്ചിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിരിക്കുകയാണ്, സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി. എല്ലാവർക്കും അറിയാവുന്ന നുണയാണ്, പക്ഷെ കേസാ. വെച്ച് പറഞ്ഞല്ലേ എത്ര കാലം ഇനി പിള്ളേരെ അച്ഛനും സിസ്റ്ററിനും പൊതിയാൻ പറ്റും? ഉള്ള കാര്യം ഞാൻ പച്ചയ്ക്ക് പറയാം, നടക്കത്തില്ല. അതൊന്നും ഇനി നടക്കുന്ന കേസല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ, ഇപ്പം എൻ്റെ അടുത്ത് എനിക്കറിയാം, എന്നെ അപ്പാന്ന് വിളിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അപ്പാന്ന് എന്നോടൊരു അമ്മ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഇവിടെ കാണുന്ന നിർത്താം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ധ്യാനകേന്ദ്രമാ, എനിക്ക് സന്തോഷമേ ഉള്ളൂ നിർത്താൻ. ഒരു 18 വയസ്സ് കഴിഞ്ഞു നിന്നോട്ട്. കാരണം എത്ര നേരം എനിക്കിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും? ഞാൻ എവിടെല്ലാം അലഞ്ഞു നടക്കുന്ന ഒരാളാണ്. എത്ര നേരം ഞാൻ ധ്യാനകേന്ദ്രത്തിലുണ്ട്. എനിക്ക് എത്ര നേരം ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും? മനുഷ്യർ പലരും വന്നു പോകുന്ന സ്ഥലമല്ലേ. എൻ്റെ ദൈവമേ, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഉള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് പറയാം. ഇനി അച്ഛനും കന്യാസ്ത്രീക്കൊന്നും ഒത്തിരി പൊതിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൊതിയേണ്ടവർ പൊതിഞ്ഞോണം. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുത്തോണം, അവരെ ചേർത്ത് പിടിക്കണം, മുടിയിഴകളിൽ വിരലോടിക്കണം, മൂർധാവിൽ ഉമ്മ വെക്കണം, ചങ്കിലിട്ട് വളർത്തണം. ചങ്കിലെ പിടപ്പ് പിള്ളേരെ അറിയണം. മൊബൈൽ ഫോണുമായിട്ടിരിക്കുന്ന സമയത്ത് കൊച്ചിൻ്റെ കൂടെ ഇരിക്കുക. ഇത്തിരി നേരം മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആ TV ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് പിള്ളേരുടെ കൂടെ വർത്താനം പറയാൻ പറ. വീട്ടിൽ നിന്ന് എന്നൊക്കെ നടന്നേ, സ്കൂളിൽ നിന്ന് എന്നൊക്കെ നടന്നേ, എന്തൊക്കെയാണ് പറ. ചെറിയ പ്രായത്തിൽ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചെറിയ പ്രായത്തിൽ ഇവർ പറഞ്ഞു തുടങ്ങുമ്പോൾ നാശം പിടിക്കാനൊക്കെ കൊണ്ട് മിണ്ടായിരിക്കും. വെച്ചാൽ ഇങ്ങനെ കൊച്ചാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ആ മൊബൈൽ ഫോൺ എടുത്ത് എന്തെങ്കിലും കളിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് ശാസിച്ച് വിടുമ്പോൾ പിന്നെ അത് മൊബൈൽ ഫോണിനാട്ടി. ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, മരപ്പാവകൾ 3-4 എണ്ണം ഈ ഐപാഡിനകത്ത് കുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ കയറി ചെന്നാൽ സ്തുതി പോലും പറയത്തില്ല.
ഇനി നമ്മളെ പോട്ട് അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ പോലും അവർ എഴുന്നേക്കത്തില്ല. മരപ്പാവകൾ ഐപാഡിനകത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഗെയിമൊക്കെ കളിച്ച്. എന്താ കാര്യം എന്നറിയാം? അവരുടെ കുറ്റമല്ല. ഇത് മര്യാദയാവാൻ വേണ്ടി ചെറിയ പ്രായത്തിൽ 3-4 വയസ്സുള്ളപ്പോൾ ഓരോ ഫോൺ എടുത്ത് കൈവച്ച് കൊടുത്താണ്. കാരണം 10 മിനിറ്റ് ഇവർക്ക് സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടെ ഫോൺ എടുത്ത് കൈ കാണും. അപ്പോൾ കൊച്ച് അപ്പനേക്കാളും അമ്മയെക്കാളും സ്നേഹം മൊബൈൽ ഫോണിനോടാണ്. അപ്പൻ്റെ അടുത്തിരിക്കുന്നതിനേക്കാളും കൊച്ചിനിഷ്ടം മൊബൈൽ എടുത്ത് കളിച്ചോണ്ടിരിക്കുക. ആരുടെയും കുറ്റമല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്കറിയാം, ഇംഗ്ലണ്ടിൽ എനിക്കറിയാവുന്നൊരു കുടുംബത്തിലെ ഒരു കൊച്ച്, അതിനോട് അതിൻ്റെ അപ്പം പറഞ്ഞു, നിനക്ക് ഈ ബർത്ത്ഡേക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചു പറഞ്ഞു, ഇല്ല, മൊബൈൽ ഉപയോഗിക്കാനുള്ള പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞെനിക്ക്. ആരാ പറയുന്നേ? കൊച്ച്. ഇല്ല, വേണ്ട വേണ്ട. മനസ്സിലായി? അതായത് അപ്പൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ അമ്മയുടെ കൂടെ. നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും, അച്ഛൻ അങ്ങനെ പറയാം, ഞങ്ങൾക്ക് രാത്രിയും ജോലി പകലും ജോലി ബിസിനസ്. എൻ്റെ പൊന്നി ഏട്ടാ ചേച്ചി, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കാശ് കുറേ കൂട്ടി വെച്ചുകൊണ്ട് അവസാനം സമാധാനം കിട്ടുമെന്ന് വിചാരിക്കരുത്. എനിക്ക് ഈ നാട്ടിൽ തിരുവനന്തപുരത്ത് ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ചേട്ടനെ അറിയാം. കിട്ടുന്ന ശമ്പളം എത്രയാണെന്നറിയാമല്ലോ? ചെടിക്ക്, ഒരു സ്ഥാപനത്തിലെ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് ആ ചേട്ടൻ്റെ ജോലി. കിട്ടുന്ന ശമ്പളം എത്ര ഊഹിക്കാമല്ലോ. പക്ഷെ രാജാവിനെ പോലാണ് അയാളുടെ ഭാര്യയും പിള്ളേരും ജീവിക്കുന്നത്. കിട്ടുന്ന കാശിൻ്റെ കനമല്ല കുടുംബത്തിൻ്റെ സ്നേഹവും സമാധാനവും നിർണ്ണയിക്കാൻ പോണത്. മനസ്സിലായി? ആ വീട്ടിൽ ചെന്ന് കയറുമ്പോണ്ടല്ലോ, അത് സ്വർഗമാണ്. ഈ ഗാർഡനറാണ് ഇയാൾ. കിട്ടുന്ന ശമ്പളം വെള്ളം, ഗാർഡനർ എന്നൊന്നും പറയാൻ പറ്റില്ല, വെള്ളം ഒഴിക്കുന്ന ആള്, ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ആള്. ഒരുപാട് കാശ് കൂട്ടി വെച്ചത് കൊണ്ട് ചിന്തിക്കരുത് സമാധാനം ഉണ്ടാവുമെന്ന്. കുട്ടികളുടെ കൂടെ, പ്രിയപ്പെട്ട ചേട്ടാ, ഇത് കേൾക്കാൻ നിന്റെ ഹൃദയം എന്ന് പരിശുദ്ധാത്മാവ് തുറക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിന്റെ കൊച്ചിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും, അതിനോട് കുറച്ച് മിണ്ട്, ആ പയ്യനോട് കുറച്ച് സംസാരിക്കുന്നേ. കഴിഞ്ഞ ആഴ്ചയും കണ്ടു ഞാനൊരു ചെറുക്കനെ, എനിക്ക് വളരെ അടുത്തറിയാവുന്ന വീട്ടിലെയാ. വന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ച് കൗൺസിലിംഗെല്ലാം വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഡ്രഗ് അഡിക്റ്റാണ്, ഇവൻ ഡ്രഗ് ഉപയോഗിക്കുകയാണ്. ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെ ഒരു വിദൂരമായ സംശയം പോലും ഈ കൊച്ചിനെ കുറിച്ച് മാതാപിതാക്കന്മാർക്ക് ഇല്ല. എന്താ കാര്യം? ഒറ്റ കാര്യമുള്ളൂ, അവർ മോശമായതുകൊണ്ടല്ല, ഇവൻ്റെ കൂടെ അവർ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. തത്ത പറയുന്ന പോലെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും. പറയണം, എനിക്ക് സമാധാനമില്ല ചാ, ഞാൻ തിരിച്ചു പോയതിനകത്ത് ഞാൻ പിന്നെ അതിനകത്ത് പെടും, എന്നെ ഇവിടെ നിർത്ത്, ഞാൻ പോണില്ല. ഞാൻ ചോദിക്കട്ടെ, അപ്പനോടും അമ്മയോടും പറയാത്തൊന്നുമല്ല, കാരണം പറയാനൊരു സ്പേസ് ഇല്ലെന്നേ വീട്ടിൽ. വഴക്ക്, കുറ്റപ്പെടുത്തൽ, ശാസനം, അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, ജീവിതകാലം മുഴുവൻ ഞാൻ കേട്ടത് നോയാച്ചാന്ന് പറഞ്ഞു. നോ, അതെന്നെ ഒരു മാനസിക രോഗിയാക്കി. എല്ലാത്തിനും നോ 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 നോ. യേസ് ഇല്ലേ ഈ വീട്ടിൽ? പറഞ്ഞേ ഹല്ലേലൂയാ. ഈ വീട്ടിൽ യേസ് ഇല്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. യേസ് ഇല്ലേ? യേസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലേ? നോ മാത്രമേ ഉള്ളോ നിങ്ങളുടെ ഡിക്ഷണറിയിൽ? യെസ്, അപ്പൻ കൊച്ചിൻ്റെ കൂടെ ഇരിക്കുന്ന 10 മിനിറ്റ് ഒരു യെസ് ആണ്. യെസ് യെസ്. അമ്മ കുഞ്ഞിനോട് സംസാരിക്കുന്ന ഒരു 10 മിനിറ്റ് യെസ് ആണ്. ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കറിയാൻ സമയം പോകുന്നുണ്ടെന്ന്, പക്ഷേ ഈ കാലത്ത് ഇതൊക്കെയാണ് പറയണ്ടേ, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്മേറ്റ് ഒരു ഗോകുലുണ്ടായിരുന്നു, ഗോകുൽ ശ്രീകുമാർ. ഇന്നവൻ ആർമിയിലെ കേണലാണ്. അപ്പോൾ അവന് അച്ഛനും അമ്മയുണ്ട്, ഒരു മകനേ ഉള്ളൂ, സഹോദരങ്ങളില്ല, സിബ്ലിങ്സ് ഇല്ല, ആരുമില്ല. അപ്പോൾ എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്, എന്നോട് വന്ന് എല്ലാം പറയും. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ അച്ഛനായതുകൊണ്ട് എന്നോടെല്ലാം പറയുന്നതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അമ്മയെ കണ്ടു. അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ അവൻ ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞു അവൻ ഈ കൊച്ചിനോട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് പറഞ്ഞോ? ഞാൻ പറഞ്ഞു അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മച്ചിക്ക് ഇത്, ചേച്ചിക്ക് ഇതെല്ലാം അറിയാമല്ലോ. അപ്പോൾ പറഞ്ഞു, അവന് PG പഠിക്കുന്ന സമയത്ത് പ്രായമുണ്ടല്ലോ, അവന് പ്രായമായെങ്കിലും അവൻ വളർന്നെങ്കിലും എല്ലാ കാര്യവും എൻ്റെ അടുത്ത് പറയും. മനസ്സിലായോ? അമ്മയുടെ ഇങ്ങനെ എന്താ പറയുന്നത്, അമുൽ കുഞ്ഞായിട്ട് വളർത്തിയൊന്നുമല്ല. ഞാനതാ പറഞ്ഞു, അവൻ ആർമിയിലെ കേണലാണിന്ന്. അവൻ ചുമ്മാ ഇങ്ങനെ ഈ അമുൽ ബേബിയായിട്ട് വളർത്തിയൊന്നുമല്ല, മറിച്ച് ആ സ്പേസ് ഉണ്ട് വീട്ടിൽ. അമ്മയുടെ അടുത്ത് എല്ലാം പോയി പറയും. ഒരു ദിവസം അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അവിടെ കണ്ടൊരു കൊച്ചിനോട് എന്തോ ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട്, ഇപ്പം അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛനും നോക്കിക്കൊണ്ടേന്ന് പറഞ്ഞു. ഇവൻ അങ്ങനെയാണ് ആഴ്ച ഓരോരുത്തരോട് തോന്നുമെന്ന് പറഞ്ഞു. ആരാ പറയണേ? അമ്മ. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അവനെ ഇടിച്ച് ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞു.
അമ്മ. പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്കിത് ഞാൻ പറയുകയാണ് നിങ്ങളോട്. പണ്ടൊക്കെ നമുക്ക് പറയായിരുന്നു, അച്ഛന്മാരുടെ അടുത്ത് പോയി പറയാം, സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി പറയാം. ഇനി ഞാൻ പറഞ്ഞില്ല, ആ പരിപാടിയൊന്നും ഇനി നടക്കില്ല. കാരണം ജീവനെ പേടിച്ച് ആരും ഒന്നും ഇതൊന്നും കേൾക്കാനൊന്നും നിൽക്കത്തില്ലെന്നിനി. അപ്പോൾ ആർക്കാ ഇഷ്ടം ജയിലിൽ പോയി കിടക്കാൻ? ആരും ഒന്നും കേൾക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഇനി വെളിയിലുള്ള സങ്കേതങ്ങളൊന്നും നോക്കി നടക്കണ്ട. കുഞ്ഞിനൊരു ദുഃഖം വന്നാൽ അത് പറയാൻ വീടിനകത്ത് സ്പേസ് ഉണ്ടാവണം. ബന്ധം എന്ന് വെച്ചത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, ദൈവം തന്ന വലിയ ബ്ലെസ്സിങ് ആണ്, നമ്മുടെ ബന്ധങ്ങളെ വാല്യൂ ചെയ്യണം. മനസ്സിലായോ? ഭാര്യയും ഭർത്താവിനെയൊക്കെ ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞ് ചെന്നിട്ട് ഒന്ന് കൈയൊക്കെ പിടിച്ചിട്ട് മുഖത്തോട്ട് നോക്കിയിട്ട് 10-25 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടെ ഒന്ന് സ്നേഹത്തോടെ നോക്കണം, വാല്യൂ ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങളാണ് മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് ഓർക്കണം. അടുത്തത്, അങ്ങനെ ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു. അടുത്ത അനുഗ്രഹം, ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും ഉച്ചത്തിൽ വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. അപ്പം അതായത് ഭൗതിക അനുഗ്രഹങ്ങൾ, അതാണ് നാലാമത്തേത്. മറ്റീരിയൽ പ്രൊവിഷൻസ്. ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരും. അപ്പം അതിനെ ബൈബിള് വിളിക്കുന്നൊരു വാക്കാണ് പരിപാലന, അല്ലേ? പരിപാലന. ആ വാക്കെന്ന് പറയാവോ? അതാണ് പ്രോവിഡൻസ്, പരിപാലന, ദൈവ പരിപാലന. ആ വാക്കെന്ന് പറഞ്ഞേ നിങ്ങളിൽ എത്ര പേര് ദൈവ പരിപാലനയിൽ വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കാണട്ടെ. ഇത്രയും പേര് വിശ്വസിക്കുന്നു, കയ്യാത്തിട്ടെ. എന്താണ്? അപ്പൊ അങ്ങനെയാണെ പറയണം, എന്താണ് ദൈവ പരിപാലന? ദൈവം എല്ലാം പരിപാലിക്കുന്നു. വെരി ഗുഡ്, അതെനിക്കും പറയാം. എന്താണ് അതായത് ദൈവം നമുക്ക് വേണ്ടതെല്ലാം, ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട് അവിടെ. വേണ്ട സമയത്ത്, വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ട അളവിൽ തരുന്നതിൻ്റെ പേരാണ് പരിപാലന. നമുക്ക് ദൈവം എന്തെല്ലാം വേണോ, രോഗം വരുമ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്, പ്രശ്നം വരുമ്പോൾ അവിടെ നമുക്ക് വേണ്ടത് സമാധാനമാണ്, പ്രതിസന്ധി വരുമ്പോൾ അവിടെ നമുക്ക് വേണ്ടത് പരിഹാരമാണ്, ദാരിദ്ര്യം വരുമ്പോൾ വേണ്ടത് സമ്പത്താണ്. ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം വേണ്ട അളവിൽ വേണ്ട സമയത്ത് ദൈവം പ്രദാനം ചെയ്യുന്നതിൻ്റെ പേരാണ് എന്ത്? പരിപാലന. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് വേണ്ട സമയത്ത് പരിപാലന. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് ഒരു ആദിവാസി കോളനിയിൽ ഏതാണ്ട് 4 കൊല്ലത്തോളം അവരുടെ കൂടെ ഒരു വീടൊക്കെ കെട്ടി താമസിച്ചിരുന്നു. അപ്പോൾ അന്ന് ഇപ്പം ഇന്നത്തെ പോലല്ല അവസ്ഥ. ഇന്നിപ്പോൾ ആവശ്യങ്ങളൊക്കെ വന്നാൽ അതിന് പരിഹാരമുണ്ട്. അന്ന് ആവശ്യങ്ങളൊക്കെ വന്നാൽ അതിന് ഒരു പരിഹാരമില്ല. ഞാൻ കുളിച്ചും പറഞ്ഞുകൊണ്ട് പറയല്ല, സാഹചര്യം വിശദീകരിക്കാൻ പറയുകയാണ്. അതൊരു പൊങ്ങച്ചായിട്ട് പറയുന്ന കൂട്ടരുത്. കുളിക്കുന്നത് കിണറ്റിൻകരയിൽ നിന്നാണ്. അതുകൊണ്ട് വെളുപ്പിനെ എഴുന്നേറ്റ് പോയി കുളിക്കണം. കാരണം അവിടെ കുളിക്കാൻ പറ്റിയ സൗകര്യം ഇല്ല. ഒരു ബാത്റൂം വെളിയിലുണ്ട്. അതല്ലാതെ കുളിക്കണമെങ്കിൽ അവിടെ വെള്ളം അവിടെ പോയി കിണറ്റിൻകരയിൽ പോയി കോരി, അല്ലെങ്കിൽ ഇതെല്ലാം വെള്ളം ചുമന്നുകൊണ്ട് അവിടെ പോയി കുളിക്കണം. അപ്പോൾ വെളുപ്പം കാലത്ത് കിണറ്റിൻകരയിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് പോയി കുളിക്കണം. അപ്പോൾ ഒരു സൗകര്യമില്ല. പിന്നെ കോളനിയിലെ പാവപ്പെട്ട മനുഷ്യരാണ്. ഈ പാവപ്പെട്ട മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അസുഖം, കൊച്ചുങ്ങൾക്ക് വിഷമം, ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്, വീട്ടിലെന്തെങ്കിലും. ഇപ്പം ഇതിനെല്ലാം വരുമ്പോൾ അവർ ആദ്യം ഓടി വരുന്ന ആരുടെ അടുത്താണ്? അച്ഛൻ്റെ അടുത്താണ്. അച്ഛാ വീട്ടിൽ ആശുപത്രി കൊണ്ടുപോകണം, അച്ഛാ പൈസ ഉണ്ടോ അച്ഛാ, അങ്ങനെ വരുന്നത്. അപ്പം അതുകൊണ്ട് ഇഷ്ടംപോലെ സാമ്പത്തിക ചെലവാണ്. വരുമാനം തീരെ കുറവാണ്. ഒന്നുമില്ല. വരുമാനം എന്ന് പറഞ്ഞാൽ മാസം മാസം അച്ഛന് കിട്ടുന്ന അലവൻസേ ഉള്ളൂ, അല്ലാതെ വരുമാനമൊന്നുമില്ല. ചിലവ് ഭയങ്കര കൂടുതലും. അങ്ങനെ എന്ത് ചെയ്തു? ചിലവ് കൂടുമ്പോൾ വേറെ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പരിചയമുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട്, കൂട്ടുകാർ. അവരോടൊക്കെ അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ വാങ്ങിച്ചുമൊക്കെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ അങ്ങനെ പോയി. അവസാനം ഇത് കൂടി വന്നിട്ട് ഏതാണ്ട് 1.25 ലക്ഷം രൂപയോ മറ്റോ 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത്, കൃത്യം ഓർക്കുന്നില്ല, അത്രയും പൈസ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ട്രാൻസ്ഫറായി. അപ്പോഴേക്കും ഞാൻ പിന്നെ വേഗം ട്രാൻസ്ഫറായി പോയി. അടുത്ത പള്ളിയിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ
എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛന് ഞാൻ വലിയൊരു മേജർ എമൗണ്ട് കൊടുക്കാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ അച്ഛന് ഒരു സ്ഥാപനത്തിൽ ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ പൈസ പിന്നെ മാർച്ചിൽ കണക്കൊക്കെ തീർക്കുന്ന സമയത്ത് വെച്ചാൽ മതിയല്ലോ എന്ന് ഓർത്ത് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ബിഷപ്പ് ഹൗസിൽ കണക്ക് സെറ്റിൽ ചെയ്യുമ്പോൾ നീ കാശ് കറക്റ്റ് സമയത്ത് തന്നേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട്. അപ്പോൾ ഞാനിങ്ങോട്ട് അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി ചെന്നു. എനിക്ക് അങ്ങനെ പൈസയ്ക്കൊന്നും ഒരു വകുപ്പുമില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ട്രാൻസ്ഫറാണ്, നീ ആ മറ്റേ പൈസ തരണേന്ന് പറഞ്ഞു. എന്ന് വേണം, എനിക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അവനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി, അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അന്ന് കർത്താവിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഒത്തിരി കരച്ചിൽ വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ വണ്ടി വാങ്ങിച്ച കടമല്ല, ഞാൻ ഫോൺ വാങ്ങിച്ച കടമല്ല, ഞാൻ ഉടുപ്പും പാൻറ്റും വാങ്ങിച്ച കടമല്ല, ഇത് ഞാൻ എന്നെ ആദിവാസി കോളനിയെ കൊണ്ടുവച്ചത് നീയാണ്. എനിക്ക് അവരുടെ ഗതികേട് കാണുമ്പോൾ എനിക്ക് സഹായിക്കാതിരിക്കാൻ പറ്റില്ല. നിവൃത്തിയില്ലാത്തവരാണ്, അങ്ങനെ ഞാൻ സഹായിച്ചതാണ്. ഇത് ഞാനല്ലാതെ വേറെ ഒരു തരത്തിലും ബാധ്യത വരുത്തി വെച്ചതല്ല. ഞാൻ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഇതെങ്ങനെ കൊടുക്കും എനിക്കറിഞ്ഞൂടാ, ആരോട് ചോദിക്കാനാ? അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചിരുന്ന് പള്ളിയിലിരുന്ന് ഞാൻ കരഞ്ഞു, എൻ്റെ കർത്താവേ, നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ എങ്ങനെ കൊടുക്കും? എന്നിട്ട് ഞാൻ പോയി കിടന്നു. ഉറക്കമൊന്നും വരുന്നില്ല. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് എനിക്കൊരു ഫോൺ വന്നു. എൻ്റെ ഒരു സുഹൃത്താണ്, ഡാനിയൽ എന്ന് പേര് വിളിച്ച് അങ്ങനെ വിളിക്കുന്ന അത്രയും ഫ്രീഡം ഉള്ള ഒരു സുഹൃത്താണ്. ഡാനിയൽ, നീ ഉറങ്ങിയോ? ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ സമയം 12 മണി. വിളിച്ചിട്ട് ഉറങ്ങിയോന്ന്. ഞാൻ പറഞ്ഞു, നീ വെച്ചേ, എനിക്ക് ഒന്നാമതേ സമാധാനം ഇല്ലാതിരിക്കുകയാണ്. അന്നേരമാണ് ഇനി ഉറക്കം ചോദിക്കാൻ വിളിച്ചിരിക്കുന്നത്. നീ നാളെ വിളിക്കാൻ പറഞ്ഞു. ഇപ്പോൾ രാത്രി ഇന്ത്യയിൽ 12 മണിയായി, നിനക്ക് അവിടെ സമയമായില്ലെന്ന് പറഞ്ഞിട്ട് ഉടനെ ഇയാൾ പറഞ്ഞു, അയ്യോ വെക്കല്ലേ, നിനക്ക് ഗുണമുള്ള കാര്യമാണ്, നീ ഉറങ്ങിയോ? ഞാൻ പറയാം, ഉറങ്ങിയില്ല. എന്നോട് ചോദിക്കുകയാണ്, കർത്താവ് നമ്മളോട് സംസാരിക്കുമോ? ഞാൻ പറഞ്ഞു, നീ വെച്ചേ, കർത്താവ് സംസാരിക്കുമോ ഇല്ലയോ? നീ ഈ പാതിരാത്രിയിലാണ് ചോദിക്കുന്നത്. ഈ മനുഷ്യന് ഉറങ്ങണ്ടേ? ഇവിടെ ഒന്നാമതെ മനുഷ്യൻ കർത്താവ് പിന്നെ ഞാൻ പറഞ്ഞ്, എന്നോടൊക്കെ സംസാരിക്കും, നിന്നോടൊന്നും സംസാരിക്കത്തില്ലായിരിക്കും. ഈ രാത്രി മനുഷ്യരെ വിളിച്ച് ശല്യം ചെയ്യുന്ന നിന്നോടൊന്നും ഒരിക്കലും കർത്താവ് സംസാരിക്കും. അല്ലല്ല, വെക്കല്ലേ, എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞു. അതിനോട് സംസാരിച്ചെങ്കിൽ നീ പോയി അത് ചെയ്യും, പൊക്കോ, എന്നെ എന്തിനാണ് ശല്യപ്പെടുന്നത്? അല്ലല്ല, നിനക്ക് ഗുണമുള്ള കാര്യം, എനിക്ക് ഗുണമുള്ള കാര്യമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പറ. അപ്പോൾ എന്നോട് പറഞ്ഞു, കർത്താവ് ഞാൻ ഇന്ന് കുർബാനയ്ക്ക് പള്ളിയിൽ നിൽക്കുമ്പോൾ എന്നോട് പറയാണ്, ഡാനിയേലിന് കാശ് കൊടുക്ക്. ഞാൻ പറഞ്ഞു, നീ ഇത് ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, അത് ആദ്യമാണ്. ഞാൻ പറഞ്ഞു, അല്ലല്ല, ഒരുപാട് പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ടാവും, നീ കേൾക്കാത്തതാണ് ശരിക്കും. എന്നോട് പറഞ്ഞു, ഡാനിയേൽ, നിനക്കെന്താ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാലേ, ഈ മറ്റേ സ്ഥലത്ത് നിന്ന് ഒത്തിരി ബാധ്യത വന്നിട്ട്, പിന്നെ ഇപ്പം നാളെ ഉച്ചയ്ക്ക് നമ്മുടെ ആ മറ്റേ ആളെ അറിയാം, ഇയാൾക്ക് മറ്റേ അച്ഛന് ട്രാൻസ്ഫറാണ്, കാശ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആകെ വിഷമിച്ച് പള്ളിയിലൊക്കെ ഇരുന്നിട്ട് വന്ന് കിടന്നേ ഉള്ളൂ. അതാണ് ഞാൻ അസ്വസ്ഥനായത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല, എന്നോട് പറയുകയാണ്, ഞാൻ പള്ളിയിൽ നിൽക്കുമ്പോൾ എന്നോട് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ പറയുകയാണ്, ഡാനിയലിന് പൈസയുടെ ആവശ്യമുണ്ട്, കാശ് കൊടുക്ക്, നിൻ്റെ കയ്യിലുണ്ടല്ലോ, കൊടുക്ക്. അപ്പം എന്നോട് ചോദിച്ചു, എത്ര രൂപ ഉണ്ട്? ഞാൻ പറഞ്ഞു, നിന്നെ കൊണ്ടൊന്നും പറ്റുന്ന കേസല്ല ഇത് ഇത്തിരി വലിയ എമൗണ്ടാണ്. പറ, എത്ര ഉണ്ട്? അപ്പം ഞാൻ കണക്ക് പറഞ്ഞു. എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു 1.5 മാസം മുമ്പ് വലിയൊരു എമൗണ്ട് കിട്ടി, അതിൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള അത്രയും നിനക്ക് തരാം. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് ആ ആവശ്യമുണ്ടായിരുന്ന അത്രയും പണം അയാൾ എനിക്ക് അയച്ചു തന്നു. ഞാൻ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു, ദൈവം ഇപ്പം നിന്നോടൊന്നും സംസാരിക്കത്തില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആദ്യമായിട്ടും അവസാനമായിട്ടും അന്നാണ് സംസാരിച്ചത്. എന്തെങ്കിലും ആവട്ടെ, തക്ക സമയത്ത് എന്താണ് പരിപാലന? വേണ്ട സമയത്ത് വേണ്ട അളവിൽ എന്താ പറഞ്ഞ പരിപാലന?
വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട അളവിൽ ദൈവം പ്രദാനം ചെയ്യും. അതിൻ്റെ പേരാണ് ദൈവപരിപാലന. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വിശ്വാസി, ഒരു ദൈവ പൈതല് ദൈവപരിപാലനയിൽ വിശ്വസിക്കണം. കർത്താവ് എന്നെ നോക്കിക്കൊള്ളും, കർത്താവ് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. സങ്കീർത്തനം 115 വാക്യം 12 പെട്ടെന്ന് വായിക്കും. സങ്കീർത്തനങ്ങൾ 115:12. കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഒന്നുറക്കെ വായിച്ചേ. കർത്താവിന് നിന്നെക്കുറിച്ച്, നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടെ വിശ്വാസത്തോടെ, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന്. അടുത്തത് 1 പത്രോസ് അധ്യായം 5. 1 പത്രോസ് അധ്യായം 5. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അധ്യായം 5-ാം അധ്യായത്തിൽ, 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പറയുകയാണ് 6-ാമത്തെ വാക്യം മുതൽ. 1 പത്രോസ് 5 വാക്യം 6 മുതൽ ഉറക്കെ വായിക്കുക. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കണം, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കണം, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞ്, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ആളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ദൈവം നമ്മളെ മറന്നു കളഞ്ഞിട്ടില്ല. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒത്തിരി 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 അനുഭവങ്ങൾ എൻ്റെ തലയിലുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ. അതായത് ദൈവം നമ്മളെ മറക്കത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വളരെ ചെറുപ്പത്തിൽ, ഒത്തിരി ചെറുപ്പമായിരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു സ്നേഹിതനുണ്ട്. അവൻ്റെ പേര് കനു എന്നാണ്. കനു, ഹിന്ദുവാണ് കനു. അപ്പോൾ ഈ കനു തിരുവനന്തപുരത്ത് വന്നത് രക്താർബുദത്തിന്, ബ്ലഡ് ക്യാൻസറിന് ചികിത്സിക്കാനാണ്. അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ അവനെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളായി. പിന്നെ ഒത്തിരി എൻ്റെയും അവൻ്റെയും രക്തഗ്രൂപ്പ് ഒന്നായിരുന്നു. എപ്പോഴും ബ്ലഡ് ആവശ്യം വരുമ്പോഴൊക്കെ ഞാൻ പോവും, അല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സമയപരിമിതിക്കകത്താണെങ്കിൽ വേറെ ആളുകളെയും കൊണ്ടുപോകും. പിന്നെ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്നോട് വലിയ സ്നേഹമായിരുന്നു. അവരെന്നെ വിളിക്കും, സംസാരിക്കും, ഇവൻ്റെ കാര്യങ്ങൾ അവർ പറയും. ഞാൻ ചുരുക്കി പറയാം, ഒത്തിരി നാളുകൾ കഴിയുന്നതിന് മുമ്പ് ഈ കനു ബ്ലഡ് ക്യാൻസർ മൂർച്ഛിച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ്റെ അച്ഛനും അമ്മയും പിന്നെയും അതിന് ശേഷവും എന്നെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞു, അവൻ്റെ അച്ഛൻ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. പിന്നെ അമ്മയും കുറേ കാലമൊക്കെ പിന്നെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. ഞാൻ പിന്നെ അച്ഛനായി കഴിഞ്ഞ് പിന്നെ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. പിന്നെ ആ ബന്ധം മുറിഞ്ഞു. പിന്നെ ഒരു വിവരവും ഇല്ലാതായി. വർഷങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 25 വർഷമൊക്കെ കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്. ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ബ്രദർ ജോൺ ബോളിൻ്റെ ഭാര്യയുടെ വീട്, അവർ പുതിയ വീട് വെച്ചപ്പോൾ ഞാനതിൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ, എൻ്റെ സുഹൃത്തിൻ്റെ ആ വീടിന് മുമ്പിലുള്ള ആ വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ കൂടെ മറ്റൊരച്ഛനും ഒരു ബ്രദറും ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിങ്ങനെ 10-25 കൊല്ലം മുമ്പ് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടുകാർ, അവൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ മകനെ പോലെ സ്നേഹിച്ചിരുന്നതാണ്. അവരെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ പഴയ നമ്പറിലൊന്നും വിളിച്ചിട്ടൊന്നും എടുത്തിട്ടില്ല. അവരുടെ വീടിൻ്റെ പേരെനിക്കറിയാം. ആ വീടിൻ്റെ ഗേറ്റിൽ അവരുടെ വീട്ടുപേര് പ്രശാന്തി നിലയം എന്നാണ്. അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദുസാണ്. പ്രശാന്തി നിലയം. ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടി പതുക്കെ ഓടിക്കാം, നിങ്ങൾ നോക്കിക്കോണം, പ്രശാന്തി നിലയം എന്നൊരു ഗേറ്റ് കണ്ടാൽ എന്നോട് പറയണം. അപ്പോൾ അവർ ആ ഗേറ്റ് കണ്ടുപിടിച്ച് എന്നോട് പറഞ്ഞു, വെച്ചാൽ അത് എവിടെയാണെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഓർമ്മയാണ്. അപ്പം ഞാൻ അവിടെ ഇറങ്ങി. എന്നിട്ട് ഈ ചെറുപ്പക്കാരനെ ഞാൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഈ കനുവിൻ്റെ വീടാണോ, അമ്മയുണ്ടോ എന്നൊക്കെ ഒന്ന് തിരക്കാൻ പറഞ്ഞു. അവരവിടെ ചെന്നിട്ട് പറഞ്ഞു, അവരവിടെ ഇല്ല. അവരവിടെ ഈ പറഞ്ഞ ആളുകളില്ല. ഇവിടെ താമസിക്കുന്നത് ഒരു വാടകക്കാരാണ്. അപ്പം ഞാൻ അവരോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ആൾ പോയിട്ട് ചോദിച്ചു, ഇങ്ങനെ ഇവിടെ താമസിച്ചിരുന്നവർ. അവർ പറഞ്ഞു, അവരെ ഒന്നും അറിയില്ല. ഞങ്ങളുടെ അറിവനുസരിച്ച് ആ സ്ത്രീ മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനൊരു ബ്രദറും കൂടെ ഉണ്ടായിരുന്നു, ആ പയ്യനും മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാവുന്ന ആരും തന്നെ ഇല്ല. പിന്നെ ആ അനിയൻ കല്യാണം കഴിച്ചൊരു പെൺകുട്ടി, അവളെ എനിക്ക് അറിയത്തുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അവരുടെ നമ്പറുണ്ടോ ആ സ്ത്രീയുടെ? അപ്പോൾ ഒരു നമ്പർ തന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ നമ്പർ കിട്ടി. ഞാൻ ആ സ്ത്രീയെ വിളിച്ചപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം പിന്നെ അറിഞ്ഞത്. അത് പോട്ടെ. അപ്പം ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചവരെ കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ
ആ മുറ്റത്ത് നിന്ന സ്ത്രീ പൊക്കത്താണ്. ആ സഹോദരി ചോദിച്ചു, കത്തോലിക്ക അച്ഛന്മാരാണോ? അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഒന്ന് കയറി പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിക്കാം. നേരെ ചെന്ന് കയറുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, അൽഷിമേഴ്സ് ബാധിച്ച ഓർമ്മയില്ലാത്ത ഒരപ്പച്ചൻ, മുഖമെല്ലാം ക്യാൻസർ വന്ന് പഴുത്തൊലിക്കുന്ന, കണ്ണുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ചലം വരുന്ന വിധത്തിലെ ഒരമ്മ. ഇവർ രണ്ടുപേരെ ആ വീട്ടിലുള്ളൂ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇത് ഈ ടി വിയിലൊക്കെ കാണുന്ന ഡാനിയലച്ഛനാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ. അപ്പോൾ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഒത്തിരി അച്ഛനെ കേട്ടിട്ടുണ്ടാന്ന് പറഞ്ഞു. അത് അത്ഭുതമായിരിക്കുന്നല്ലോ, അച്ഛൻ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ കടം കയറി തൃശ്ശൂർ ഭാഗത്തു നിന്ന് നാട് വിട്ട് ഈ പത്തനംതിട്ട ജില്ലയിൽ വന്ന് വാടകയ്ക്ക് താമസിക്കാണ്. വാടക കൊടുത്തിട്ട് ഒത്തിരി നാളായി. ഇവിടുന്ന് ഏത് സമയത്ത് ഞങ്ങളെ ഇറക്കി വിടും. അച്ഛാ, ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ ഭയാനകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കഴിച്ചത് ആകെ 1 കോഴിമുട്ട വീതമാണ്. ഇനി ഈ വീട്ടിൽ 1 മണി അരിയില്ല, പച്ചവെള്ളം അല്ലാതെ വേറൊന്നുമില്ല. ചികിത്സിക്കാൻ പണമില്ല. കണ്ണൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്ത് ഇതിനകത്തൂടെ, എൻ്റെ കൂടെ വന്ന ആൾ അതിനകത്തുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്ത് ഇതിനകത്തൂടെ ചല ഒഴുകുക. അച്ഛൻ ഇവിടെ കയറി വന്നില്ലായിരുന്നെങ്കിൽ നാളെ ചിലപ്പോൾ ഞങ്ങൾ ജീവനോടുണ്ടാകുന്നില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ ഡെഡ് എൻഡിൽ നിൽക്കുന്ന ഈ അപ്പനും അമ്മയ്ക്കും, ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഈ അപ്പനും അമ്മയ്ക്കും വേണ്ടി അന്ന് ഞങ്ങളെ ആ വീട്ടിൽ കയറ്റിയതാരാ? 1000 അനുഭവം ഞാൻ പറയാം. അതായത് അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ 1 സെക്കൻഡില്ല. നമ്മൾ അവരെ കാണാൻ ഒരു സാധ്യതയില്ല. പക്ഷെ ദൈവം അവരുടെ മുമ്പിലെത്തി. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവിന്, അതായത് ആ വീട് നിറയുന്ന അത്രയും സാധനം ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾ പറയരുത് ഇവിടെ അരിയില്ല, ഇവിടെ ഭക്ഷണമില്ലാന്ന്. ഈ അപ്പനും അമ്മയും ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് ഇനി കരയാൻ പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഞാൻ പറയട്ടെ, എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ച ഉടനെ ഇങ്ങനെ മരിച്ചേക്കാം, തീർന്നു, അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തിനറിയാം, ദൈവത്തിന് വിചാരമുണ്ട്. കർത്താവ് കൈവിടത്തില്ല. ഇനി നമ്മൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നാളെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അടിയുറച്ച് ദൈവത്തെ വിശ്വസിച്ചോണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഭൗതിക അനുഗ്രഹങ്ങൾ എല്ലാം ദൈവം, എല്ലാ വഴിയും ദൈവം തുറന്നു തരും. ഒന്നും പേടിക്കണ്ട. വെയിറ്റ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഭയങ്കര വിറ്റാണ് സുഹൃത്ത്. അതായത് എനിക്ക് തോന്നുന്നു 15, 5, 20, 21 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ ആളെ ഞാൻ പരിചയപ്പെടുന്നത്. സ്ത്രീയാണ് എൻ്റെ സുഹൃത്ത്. അന്ന് എന്നെക്കാളും 8 വയസ്സ് കൂടുതലുണ്ട് ഇയാൾക്ക്. അപ്പോൾ ഞങ്ങൾ വളരെ അടുത്തായിരുന്നു, എപ്പോഴും കാണാൻ പറ്റുമായിരുന്നു. കാണുമ്പോഴെല്ലാം എൻ്റെ അടുത്ത് പറയും, ബ്രദർ, ഞാൻ പഠിക്കുകയാണെന്ന്, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കണ്ടേ? എനിക്ക് പെട്ടെന്ന് എൻ്റെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കണം, എനിക്ക് പെട്ടെന്ന് കുടുംബജീവിതം വേഗം ആരംഭിക്കണം. ഞാൻ പറഞ്ഞു, പിന്നെ അതിനെന്ത്, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ജീവിതങ്ങളല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ദൈവമേ, ജീവിതത്തിൽ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ വേറെ ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കല്യാണം നടക്കാൻ വേണ്ടിയേ പ്രാർത്ഥിച്ച് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. കല്യാണം ഒഴിച്ച് ബാക്കി എല്ലാം നടക്കും. ഭയങ്കര ജോലി, ആൾ വിദേശ രാജ്യത്തേക്ക് പോയി, ഇഷ്ടം പോലെ ശമ്പളം, പിന്നെ ഭയങ്കര മിടുക്കിയാണ് ആള്. എല്ലാ വിധത്തിലും ദൈവം അനുഗ്രഹിച്ചു. പക്ഷെ കല്യാണം മാത്രം. ഞാൻ ഒരു സമയം എത്തിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ പ്രാർത്ഥനയുടെ കുഴപ്പം കൊണ്ടായിരിക്കുമെന്ന് ഓർത്തിട്ട് ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ഛൻ, വട്ടായിലച്ഛൻ, പിന്നെ പനക്കലച്ഛൻ തുടങ്ങിയ പ്രഗത്ഭന്മാരെ കൊണ്ട് ഞാൻ ഇയാളെ പ്രാർത്ഥിപ്പിച്ചു. ഇനി അച്ഛന്മാരുടെ പ്രാർത്ഥനയുടെ കുഴപ്പം കൊണ്ടാന്ന് വിചാരിച്ചിട്ട് എനിക്കറിയാവുന്ന സകല മെത്രാന്മാരെയും കൊണ്ട് ഇയാളെ പ്രാർത്ഥിപ്പിച്ചു. മെത്രാന്മാരും അച്ഛന്മാരും അടുത്തു പോയതല്ലാതെ ഇയാളുടെ കല്യാണം അവസാനം
എന്നോട് പറയുമ്പോൾ ഞാൻ പറയും അത് മാത്രം എന്നോട് പറയരുത്, ഞാൻ മടുത്ത്, എൻ്റെ വിശ്വാസം തന്നെ ചിലപ്പോൾ ഇല്ലാതായി പോകും നിൻ്റെ കേസ് കെട്ട് കാരണം. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്നും കല്യാണം കഴിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഞാൻ ഒരു നല്ല ഐഡിയ പറയട്ടെ, സിംഗിൾ ഫോർ ക്രൈസ്റ്റ്. എന്ത്? ഞാൻ പറഞ്ഞു നീ ക്രിസ്തുവിന് വേണ്ടി ഒറ്റയ്ക്ക് ജീവിക്കുക. എന്തായാലും മഠത്തിലൊന്നും പോകാൻ പാടില്ല, കാരണം മഠം നശിക്കാൻ വേറെ കാരണങ്ങൾ വേറെ ഉണ്ടല്ലോ, ഇതുമൂലം വേണ്ടല്ലോ ഇത് നശിക്കാൻ. അപ്പം അതുകൊണ്ട് നീ പോയി മഠം നശിക്കണ്ട. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, പിന്നെ സിംഗിൾ ഫോർ ക്രൈസ്റ്റ്. അപ്പോൾ എന്നോട് കണ്ണുനീരോടെ പറഞ്ഞു അങ്ങനാണോ ദൈവഹിതം? ഞാൻ പറഞ്ഞു ദൈവഹിതം അങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, കല്യാണം ഇപ്പം നടക്കാത്ത സ്ഥിതിക്ക് ഇങ്ങനെ പറഞ്ഞു സിംഗിൾ ഫോർ ക്രൈസ്റ്റ്. നിങ്ങൾ ഓർക്കണം, എനിക്ക് 21 വയസ്സ്, ആ ആൾക്ക് അന്ന് 29 വയസ്സ്. അന്ന് മുതൽ പറയുന്നതാണേ. ഞാൻ വിചാരിച്ചു ഇതൊന്നും എല്ലാവരുടെയും ഒന്നും എല്ലാം ഒന്നും നടക്കത്തില്ല, അങ്ങനെ ആ കേസ് കെട്ടൊക്കെ അങ്ങനെ. പിന്നെ ഒത്തിരി കാലമായി, പിന്നെ ഈ വല്ലപ്പോഴും ഒക്കെ മാത്രമേ കോണ്ടാക്ട്. എൻ്റെ തിരക്കൊക്കെ കാരണം അങ്ങനെയൊക്കെ പോയി. വല്ലപ്പോഴും ഒരിക്കൽ ഒരു മെസ്സേജ് വരും. അത് ഒരു മെസ്സേജ് ഒരിക്കൽ വന്നിരിക്കുകയാണ്, ഡാനിയൽ, 2 കൊല്ലം മുമ്പാണേ, ഡാനിയൽ എൻ്റെ കല്യാണമാണ്. ഞാൻ ആ കസേരയിൽ ഇരുന്ന്, കാരണം ഞാൻ തലകറങ്ങി ബോധം കെട്ട് പോലും വീഴുമെന്ന് ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു എൻ്റെ പ്രായം 42, അന്ന് 2 കൊല്ലം മുമ്പാണേ, ഇപ്പം 44. എൻ്റെ പ്രായം 42, നിന്റെ പ്രായം 50, നിന്റെ കല്യാണോ? അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ കല്യാണം എന്ന് പറഞ്ഞു. വരുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുമോന്നോ, ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഞാൻ വരും എത്ര തിരക്കാണെങ്കിലും ഞാൻ വരും. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ധ്യാനം ഉണ്ടായിരുന്ന സമയത്താണ്, എന്നാലും ഞാൻ അതിനിടയ്ക്ക് സമയം ഉണ്ടാക്കി ഈ കല്യാണത്തിന് പോയി. എൻ്റെ ദൈവം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ആള് കുറച്ച് നാൾ മുമ്പ് എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എത്ര കൊല്ലമായിട്ട് ഞാൻ കല്യാണത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച 50ാമത്തെ വയസ്സിലാണ് ദൈവം എനിക്ക് കല്യാണത്തിന് ഒരവസരം തന്നു. എന്നോട് പറയാണ്, അച്ഛാ ഇത്രയും കാലം ദൈവം താമസിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ ഭൂമി മലയാളത്തിലെ ഏറ്റവും നല്ല കെട്ടിയവനെ എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അവൾ പറയാണ്, സ്വർഗതുല്യമായ ഒരു കുടുംബജീവിതമാണ് ഞങ്ങൾ നയിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടില്ല ഈ കല്യാണം വരെ. ഒരു 2-3 ആഴ്ച മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു. എൻ്റെ കാര്യം പറഞ്ഞല്ലേ കൺവെൻഷനൊക്കെ, ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഞങ്ങളെ കാണാൻ ആളുകൾ വരുമോ? ഞാൻ ചോദിച്ചു ആട്ടെ, പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അപ്പോൾ പറയണേ, എൻ്റെ അച്ഛാ ഞങ്ങൾ നേരിട്ട് വന്ന് ഞങ്ങൾ 2 പേരൂടെ വീഡിയോയുടെ മുമ്പിൽ നിന്ന് പറയാം, ദൈവം ഇത്രയും കാലവും ഞങ്ങളെ ഒരുമിപ്പിക്കാൻ വൈകിച്ചത് ബെസ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ്. ബെസ്റ്റ് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഗോഡ്സ് ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം. അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ തുടങ്ങിയപ്പോൾ കത്തി ഉയർത്തി. ആ കത്തി ഉയർന്ന് താഴുന്നതിന് മുമ്പ് ദൈവദൂതന്റെ സ്വരം, അബ്രഹാം കുഞ്ഞിൻ്റെ മേൽ കത്തി വെക്കരുത്. കാറ്റഗിസം ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അബ്രഹാമിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ അബ്രഹാം കത്തിയെടുത്തു. നാടകീയമായിട്ടാണല്ലോ നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സ് അവതരിപ്പിക്കുന്നത്. അബ്രഹാം മാറാപ്പിൽ ഒളിപ്പിച്ചു വെച്ച കൊലക്കത്തി കയ്യിലെടുത്തു, പരിസരം ശ്രദ്ധിച്ചു. ഇസഹാക്ക് ഇങ്ങനെ കണ്ണടച്ച് കിടക്കാണ്. കണ്ണു തുറന്ന് ഇസഹാക്ക് കാണുന്നത് കത്തി. അപ്പൻ എന്ത് ചെയ്യാൻ പോവാണ്? മോനെ, ദൈവം പറഞ്ഞിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ വേണം. അപ്പാ എന്നെ കൊല്ലല്ലേ മോനെ, ദൈവം നിന്നെ ഉയർപ്പിക്കൂടാ, വിഷമിക്കണ്ടടാ എന്നൊക്കെ പറഞ്ഞ് അബ്രഹാം കത്തി ഇങ്ങനെ ഉയർത്തി ആഞ്ഞു വെട്ടാൻ തുടങ്ങുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളിങ്ങനെ പേടിച്ചിരിക്കാം. ഇപ്പൊ വെട്ടും. അങ്ങനെ വെട്ടാൻ അപ്പൊ പറയാണ്, അപ്പോ ദൈവത്തിന്റെ സ്വരം. അപ്പൊ അയ്യോ. അപ്പൊ ഒരു കുഞ്ഞ് പറഞ്ഞു, ടീച്ചറെ കർത്താവെങ്ങാനും ഒരു 2 സെക്കൻഡ് ലേറ്റ് ആയിരുന്നെങ്കിൽ. ടീച്ചർ പറഞ്ഞു, മക്കളെ കരയണ്ട, ദൈവം ഒരിക്കലും ലേറ്റ് ആവില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കർത്താവ് ഒരിക്കലും ലേറ്റ് ആവത്തില്ല. പറ, കർത്താവ് ഒരിക്കലും. അതായത് ദൈവത്തിന്റെ ഗോഡ്സ് ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം. പറ, ഗോഡ്സ് ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം. ദൈവത്തിന്റെ സമയം. പറഞ്ഞേ ഹല്ലേലൂയ.
അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് മറ്റീരിയൽ പ്രൊവിഷൻസ് പറഞ്ഞ് സമയം പോയി. ഇപ്പം എത്രയായി? ഒന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ മക്കൾ. 2 ആധിപത്യം. 3 ബന്ധം. 4 ദൈവ പരിപാലന. അല്ലേ? 4 ആയുള്ളൂ. ഓ 4 ആയുള്ളൂ. അത് ശരി, 4 ആയിട്ടുള്ളൂ അല്ലേ? വെരി ഗുഡ്. അപ്പം അങ്ങനെ അങ്ങോട്ട് നിൽക്കട്ടെ. 4 അല്ലേ ഉള്ളൂ. 5 പിന്നെ പറയാം. ഇനി പറഞ്ഞാൽ 9 മണിയാവും. അപ്പോൾ ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക.